Praise the Lord. Amen. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം മഹത്വപ്പെടട്ടെ. May the name of the Lord be praised this morning. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ വക്താവായി നിൽപ്പാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം And I ചെയ്യുന്നു. thank and praise God for this opportunity to speak the precious word of the Lord. 2025 അവേക്കിംഗ് അരിസോണ എന്ന പ്രത്യേക ക്യാപ്ഷനിൽ ഈ ദേശത്തിൻ്റെ ആത്മിക ഉണർവിനായി ദൈവമക്കളുടെ ആത്മിക നവോത്ഥാനത്തിനായി നടത്തപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ യോഗങ്ങളുടെ പ്രഥമ രാത്രിയിൽ നിങ്ങളുടെ കർത്താവിനെ ആരാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. And I'm very happy to be a part of Awake Arizona 2025 for the revival of this land and to come here and share the word with you all. ഏറ്റവും മനോഹരമായ നിലയിൽ ഈ രാത്രി യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന അനുഗ്രഹീത കർത്തൃദാസൻ പ്രിയ പാസ്റ്റർ തോമസ് ശൗമേൽ. And I thank and praise God for Pastor Thomas Samuel, who is presiding over tonight's meeting. അപ്പോൾ തന്നെ ഇന്ന് രാത്രിയിൽ വളരെ പരിമിതമായ വാക്കുകളിൽ കൂടെ പ്രസക്തമായ ദൈവവചന സന്ദേശം നൽകി ഈ യോഗം ദൈവകരങ്ങളിൽ സമർപ്പിച്ച കർത്താവിൻ്റെ ദാസൻ പ്രിയ മനു തോമസ്, മറ്റ് അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, കൊയർ ടീം, ഇന്ന് രാത്രിയിൽ ഈ പട്ടണത്തിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, നിങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യട്ടെ. I thank and praise God for Pastor Manu Thomas, who shared the word very briefly. All the servants of God, the worship team, and all who are gathered here, I greet you all. ശുശ്രൂഷ ജീവിതത്തിൽ ഒത്തിരി ഹൃദയടുപ്പമുള്ള പല പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രിയിൽ ഇവിടെ കാണുന്നതിൽ ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. I am so happy to see faces that are involved in ministry tonight. ഒത്തിരി എന്നെ സ്നേഹിക്കുന്ന, ഒരു മകനെ പോലെ എന്നെ കരുതുന്ന, ബാംഗ്ലൂർ പട്ടണത്തിലെ ഏറ്റവും അഭിമാനകരമായ നിലയിൽ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന പ്രിയ പാസ്റ്റർ NC ഫിലിപ്പിൻ്റെ മകൻ പ്രിയ ജിമ്മിനെ ഇന്ന് രാത്രിയിൽ ഇവിടെ കാണുന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ആ പ്രിയപ്പെട്ടവനോടൊപ്പം കർത്താവിനെ ആരാധിക്കുന്നതിൽ ഒത്തിരി ദൈവത്തെ സ്തുതിക്കുന്നു. And I'm very happy and pleased to see Brother Jim Philip here, whose father I know and love. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുമുണ്ട്. Tonight God's presence is in our midst. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. And I thank and praise God for those who are experiencing it. കർത്തൃദാസന്മാർ ഓർപ്പിച്ചതുപോലെ ലോകത്തിലെ മറ്റൊരു പുസ്തകത്തിനുമില്ലാത്ത ഏറ്റവും വലിയ സാധ്യതകളുള്ള പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. And this Bible that we hold, as we heard earlier, is the book that has many endless possibilities. ദൈവത്തിൻ്റെ വചനത്തിന് എന്തൊക്കെ ചെയ്യുവാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഒരു 17 കൂട്ടം കാര്യം ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. I've written down many things in my diary what the word of God can do. അതിൽ കൂടുതൽ കാണുമായിരിക്കാം, പക്ഷെ ഞാൻ എഴുതിയിരിക്കുന്ന ഒരു 17 കൂട്ടം കാര്യം. There may be more things than that, but I've written about 17. എല്ലാം പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. I'm not going to take the time to say all of them. എങ്കിലും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം പറയുന്നത് ദൈവത്തിന്റെ വചനം ഏത് ശൂന്യതകളുടെ നടുവിലും നിർമ്മിതി നടത്തുന്ന വചനം. But we read in the Bible that in any emptiness the word of God comes in. യോഹന്നാൻ 6:63 പറയുന്നത് ഏത് നിർമ്മിക്കപ്പെട്ടതിന്റെ മേലും ജീവൻ പകരാൻ കരുത്തുള്ളതാണ് ദൈവത്തിന്റെ വചനം. In John it says on any creation that has life the word of God can bring in life. അപ്പോൾ തന്നെ മർക്കോസ് 4-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ജീവനുള്ളതിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏത് പ്രതികൂലത്തെയും തടസ്സത്തെയും മാറ്റുവാൻ കരുത്തുള്ളതാണ് ദൈവത്തിന്റെ വചനം. And in Mark we read that no matter what situation, what mountain is in front of you, the word of God can remove it. അങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം തന്റെ ജനത്തിന്റെ മേൽ ആത്മാവിനെ പകരാൻ കരുത്തുള്ളതാണ് ദൈവത്തിന്റെ വചനം. And then we read in Galatians chapter 3 it says the word of God is able to pour out his spirit on his people. പൗലോസ് ഒറ്റ കാര്യമാണ് ചോദിക്കുന്നത്. Paul is asking one thing. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. And so this mystery I want to tell you. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാലാണോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണ്? Did you receive the spirit by the law or did you hear it through the word? അപ്പോൾ വിശ്വാസത്തോട് ആര് ദൈവത്തിന്റെ വചനം കേട്ടാലും അവരറിയാത്ത ഒരു ആത്മപകർച്ച സംഭവിക്കും. So that means that if you listen to the word through faith, the spirit comes down on you. ഞാൻ ഡാളസിൽ നിന്ന് കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത് വരുമ്പോൾ The other day when I came from Dallas, എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന ഒരു ഇവിടുത്തുകാരനായ മനുഷ്യൻ, and so there was a person sitting next to me. വളരെ യാദൃച്ഛികമായിട്ട് ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെടുവാൻ, And so very coincidentally I met with him. അദ്ദേഹം എന്നോട് എന്ത് ചെയ്യുകയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പാസ്റ്ററാണെന്ന് So പറയുവാനിടയായി. he asked me what I do and I said I am from India, I'm a pastor. കുറച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് വളരെ എക്സൈറ്റഡ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. And so after talking to me he
asked me excitedly. അപ്പം അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എപ്പോഴാ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത്? And he asked me, when did you receive the Holy Spirit? ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ 11ാമത്തെ വയസ്സിലാ അഭിഷേകം പ്രാപിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. And I told him at age 11, I received the Holy Spirit and started preaching. ആ സമയത്ത് അദ്ദേഹം എന്നെ കെട്ടിപ്പിടിക്കാനിടയായി. And then he came and hugged me. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ ഗ്രാൻഡ് ഫാദർ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 8ാമത്തെ വയസ്സിൽ ദൈവ അഭിഷേകം പകരുവാൻ. And then he told me that his grandfather, when he was praying on his own at the age of 8, received the Holy Spirit. പരിശുദ്ധാത്മാവിനെ കുറിച്ചൊന്നും അറിയാത്ത ഒരു മെത്തഡിസ്റ്റ് സഭയിലാണ് ഞങ്ങൾ ചെന്ന് മെമ്പർഷിപ്പ് എടുത്തത്. And we were members of a Methodist church that knew nothing about the Holy Spirit. പക്ഷേ അങ്ങനെ കാലം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ 16ാമത്തെ വയസ്സിൽ ഒരു യോഗത്തിന്റെ നടുവിൽ അവിടുത്തെ പാസ്റ്റർ വളരെ ചലഞ്ച് ചെയ്ത് ചോദിച്ചു, ആർക്കൊക്കെ പരിശുദ്ധാത്മാവിനെ വേണം? And then one day in a meeting, the pastor at that meeting challenged the crowd and said, who wants to receive the Holy Spirit? ഞാൻ ഓർത്ത് എന്തെങ്കിലും പ്രത്യേക സാധനമാണെന്ന് കണ്ട് ഞാൻ കൈവൊക്കെ എനിക്കും വേണമെന്ന് And പറഞ്ഞു. so I raised my hand thinking it was something I needed and said, I need it. വേണ്ടവരെല്ലാം മുന്നോട്ട് വരാനായിട്ട് അദ്ദേഹം പറഞ്ഞു. And so he called those who want the Holy Spirit to come forward. മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ചോദിച്ചു, ഉറപ്പായിട്ട് നിനക്ക് വേണോ? And when I came to the front, he said, do you really want it? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണം. And he said, I want it. എന്തോ ഒരു പ്രത്യേക സാധനമാണെന്ന് പറഞ്ഞു അദ്ദേഹം ഓർത്തത് എനിക്ക് വേണമെന്ന് He thought പറഞ്ഞു. it was something special. He said, I want it. പക്ഷേ ആ ദൈവദാസൻ പ്രാപിച്ചു എന്ന് പറഞ്ഞ് കര ഉയർത്തിയപ്പോഴത്തേനും ഒരു ഇലക്ട്രിക് ഷോക്ക് തന്നെ മേലടിക്കുകയും അന്നു മുതൽ താൻ അന്യഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്ന മനുഷ്യനായി And so when the മാറുവാൻ. servant of God raised his hand, by the time he came down, he felt an electric shock. And from that moment, he began to speak ആ in സമയം tongues. മുതൽ ആ യാത്രയിൽ ഞങ്ങൾ പിന്നെ കൂടുതലും പറഞ്ഞത് അന്യഭാഷയാണ്. And so for the remainder of that journey, we began to talk in tongues. എനിക്കൊന്നറിയാം, ഈ ദിവസങ്ങളിൽ ഒരു വലിയ ആത്മപകർച്ച ദൈവം One പകരാനാണ്. thing I know, in these days, the Holy Spirit is going to come down. മറ്റെല്ലാം കിട്ടുന്ന ഒരു രാജ്യത്താണ് നിങ്ങളായിരിക്കുന്നെന്ന് എനിക്കറിയാം. And I know you've left everything else and you're in another country. പക്ഷെ ഇന്ന് രാത്രി മറ്റൊരിടത്തും കിട്ടാത്ത ഒന്ന് ഈ കൂട്ടായ്മയുടെ നടുവിൽ നിങ്ങളുടെ മേൽ പകരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര How many of you believe that God has brought you here to receive something special? അപ്പൊ വചനം പരിശുദ്ധാത്മാവിനെ പകരുന്ന വചനം. So that we know that the Word gives the Holy Spirit. അപ്പൊ തന്നെ ഗലാത്യർ 3:5 പൗലോസ് ചോദിക്കുന്ന ഒരു In ചോദ്യം, Galatians 3:5 it says, നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവർ. in those who do great wonders in your midst through the Spirit. അപ്പൊ പരിശുദ്ധാത്മാവിനെ പകരുക മാത്രമല്ല, നമ്മുടെ ഇടയിൽ വീര്യപ്രവർത്തി ചെയ്യുവാനും കരുത്തുള്ളതാണ് ദൈവത്തിന്റെ So വചനം. the Word of God, not just for the Holy Spirit, but to do wonders in our midst. അപ്പൊ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ എത്ര നാളായിട്ട് ഞങ്ങൾ ഈ പുസ്തകം കൊണ്ട് നടക്കുക? And you may be asking, Pastor, how long have I walked with this book? ഇതുവരെ ഒരു തലവേദന പോലും ഒരു കൂട്ടായ്മയുടെ നടുവിൽ എനിക്ക് വ്യക്തിപരമായി മാറിയ ഒരു അനുഭവം ഇല്ലല്ലോ. And so I don't even have the experience of a headache being relieved in the midst of our gathering. എന്റെ പ്രിയപ്പെട്ടവരെ, വചനം കൈപിടിച്ചത് കൊണ്ട് വചനം പരിവർത്തിക്കത്തില്ല. Just because you hold the Word in your hand doesn't mean it's going to work. വചനത്തോട് പുലർത്തേണ്ട ഒരു മനോഭാവമുണ്ട്. You need to have the mindset to receive the Word. ഇന്ന് രാത്രി ഒരു നോവൽ കേൾക്കാനായിട്ടല്ല നമ്മൾ ഇവിടെ We are വന്നിരിക്കുന്നത്. not here to read a novel. കർത്തൃദാസൻ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്, കുറെ അറിവുകൾ പങ്കുവെക്കുവാൻ അല്ല നമ്മൾ ആരും ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത്. We're not here to share knowledge അത് ChatGPT-യിലൊക്കെ നമുക്ക് കിട്ടും. that you can get through many apps. എന്തിനെ കുറിച്ചും കിട്ടുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. We live in a world where you can get knowledge everywhere. പക്ഷെ ഇന്ന് രാത്രികാലം വചനത്തിന് നിങ്ങളുടെ മേൽ അസാധാരണമായ ഒരു പരിവർത്തനം നടത്താൻ കരുത്തുണ്ടെന്ന്. Understand that the Word has a power to make unusual changes in your life. എപ്പോഴാ വചനം നമ്മളിൽ പരിവർത്തിക്കുന്നത്? When does the Word work in our life? വചനത്തോട് പുലർത്തേണ്ട ഒരു മനോഭാവമുണ്ട്. There is a mindset we must have toward the Word. പൗലോസൊക്കെ എന്നെ പോലെ ഒത്തിരി യാത്ര ചെയ്ത് പ്രസംഗിച്ച ഒരാളാണ്. Paul is like me, that we traveled a lot to preach the Word. ഞങ്ങളൊക്കെ യാത്ര ചെയ്തതിനേക്കാൾ 1000 മടങ്ങ് അന്നത്തെ കാലത്തൊക്കെ യാത്ര And so more than we've ever traveled, they traveled much more than. അങ്ങനെ യാത്ര ചെയ്ത് പ്രസംഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില സ്ഥലത്ത് പ്രസംഗിക്കുന്നത് അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു And so കാര്യമാണ്. those who travel and preach, when they get to certain locations, they're more excited. വേറെ ചിലയിടത്ത് ഇനി ഒരിക്കലും പോകരുത് എന്ന് ചിന്തിക്കാം. And in some places, they never want to go back again. പൗലോസ് പ്രസംഗിച്ചതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം ബെരോവയിലാണെന്ന് അദ്ദേഹം And പറയുന്നത്. so but one of Paul's favorite places was in Berea.
അവരെ കുറിച്ച് തുലനം ചെയ്യുന്നത് തെസ്സലോനിക്കയിലുള്ളവരെക്കാളൊക്കെ ഉത്തമന്മാരാന്നാ പറയുന്നത്. And he even says they're even more better people than those in എന്ന് പറഞ്ഞാൽ Thessalonica. തെസ്സലോനിക്കക്കാര് മോശമാണെന്നല്ല അതിന്റെ അർത്ഥം. It doesn't mean that the Thessalonians are bad people. തെസ്സലോനിക്കക്കാരുടെ പ്രത്യേകത എന്താണെന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. If you read Thessalonians, you read the particularities of the people of that അവര് church. വചനത്തോട് പുലർത്തിയിരുന്ന മനോഭാവം എന്താന്ന് തെസ്സലോനിക്ക You can ലേഖനത്തിൽ. read their mindset to the word. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, Let's read First Thessalonians chapter 1. chapter 2 verse 13, chapter 2 verse 13. 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പൗലോസ് പറയാ, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. For the word that you have received, that we have preached. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് അതിനെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. Not as the word of man, but as the truth, the word of God, which also works in you. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് And വ്യാപരിച്ചുകൊണ്ട്. it works effectively in you. അപ്പൊ വചനത്തോട് പുലർത്തേണ്ട ചില മനോഭാവങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. So this is talking about our mindset toward the word. അദ്ദേഹം പറയാ, ഞങ്ങൾ പ്രസംഗിച്ച വചനം. And he's saying the word we preach, ഞാനല്ല, not me, ഞങ്ങൾ. us. എക്സോർവൈ ആരും ആകട്ടെ, ചിലർക്ക് ഇഷ്ടമുള്ള ഭാഷ പ്രസംഗിച്ച് അവർ ആവേശം കൂടും. Some people are only excited when they hear the pastor they like to hear. അങ്ങനില്ല കേട്ടോ. There's no such thing. ആര് പ്രസംഗിച്ചാലും വചനമാണെങ്കിൽ അതിനോട് പുലർത്തേണ്ട ഒരു മനോഭാവം. Whoever preaches the word, there's a mindset you must have. ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു. The word that we have preached, you have heard. അപ്പൊ വചനത്തോട് പുലർത്തേണ്ട 1-ാമത്തെ മനോഭാവം വചനം കേൾക്കണം. So the first mindset that you must have is you must hear it. കേൾക്കുന്നത് പോലെ ഇരിക്കണമെന്നല്ല, Not just to hear it and sit like that. കേൾക്കണം. You have to hear it. എനിക്കറിയാം, കേൾക്കുന്നത് പോലെ ഇരിക്കാൻ എനിക്കൊന്നും ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉള്ളവർ ഭയങ്കര മിടുക്കരാ. നിങ്ങളൊക്കെ അത്ര വരുമെന്ന് എനിക്കറിയത്തില്ല. I know in our area in India, many people are good at pretending to hear. I don't know how you are. ഞങ്ങളുടെ ചർച്ചിൽ ഈ അടുത്ത സമയത്ത് ഒരു യോഗം നടക്കുകയാണ്. And recently in our church, there's a meeting going on. ആ സമയത്ത് അന്ന് പ്രസംഗിക്കുന്ന ദൈവദാസൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു And the ദൈവദാസൻ. man of God who was preaching at that time is someone I like. അദ്ദേഹത്തിന്റെ മെസ്സേജ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വൈബ്രന്റ് മെസ്സേജുകളാണ്. And his messages are very vibrant. അതുകൊണ്ട് തന്നെ അത് ഇഷ്ടപ്പെട്ട് കേൾക്കാൻ ഇങ്ങനെ ഞാൻ കാത്തിരിക്കും. So I was very eagerly listening to it. പക്ഷെ അന്നൊരു സംഭവം ഉണ്ടായി. But then something happened that ഞങ്ങളുടെ day. മറ്റൊരു സഭയിൽ ഒരു മരണം സംഭവിച്ചു. So in one of our other churches, there was a death. ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് ആ അടക്കാരാധനയിൽ പങ്കെടുക്കേണ്ടി വന്നു. And so because of responsibilities, I had to take part in that funeral ഒരു service. നഷ്ടബോധത്തോടു കൂടെ എനിക്ക് അവിടുന്ന് പോകേണ്ടി വന്നു. And so I had to leave thinking it was a loss for me. ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേന് സഭയിലെ യോഗം കഴിഞ്ഞു. By the time I came back from that, the meeting in our church was done. പക്ഷെ ഞങ്ങളുടെ ദൈവമക്കൾ ആരും പോയിട്ടില്ല. But none of our members of our church left. അല്ലെങ്കിൽ നല്ലൊരു യോഗം കഴിഞ്ഞ് ആരും ഇങ്ങനെ സൂപ്പർ ഫാസ്റ്റ് പോകുന്ന പോലൊന്നും പോത്തില്ല, അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. And not that anyone goes quickly after meeting, they still stand around. ഇങ്ങനെ നിൽക്കുന്ന കൂട്ടത്തില് ഞങ്ങളുടെ സഭയിലെ നല്ലൊരു ആത്മീയനെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ഒരു അച്ഛനോട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു മീറ്റിംഗ്? And so while I was standing there, I asked one of the brothers that I considered spiritual, how was the meeting today? പാസ്റ്ററെ, ഇതുപോലൊരു മീറ്റിംഗ് ഇനി അടുത്ത കാലത്തെങ്കിലും ഞാൻ കൂടിയിട്ടില്ല. And he said, Pastor, I've never been a meeting like this any time recently. ഞാൻ ചോദിച്ചു, മെസ്സേജ് ഒക്കെ? How was the message, I asked. എന്തോ മെസ്സേജ് ആയിരുന്നു. What a message it was. ഞാൻ ചോദിച്ചു, വിഷയം? What was the subject? എന്തോ ആഴമുള്ള വിഷയം. What a subject of depth. ഞാൻ ചോദിച്ചു, എന്തോ ആയിരുന്നു? I said, what was the message? 15 മിനിറ്റ് ഇങ്ങനെ ആഴവും പരപ്പും പറഞ്ഞല്ലാതെ എന്തോ അന്ന് എന്നോട് പറഞ്ഞില്ല. After 15 minutes of kind of beating around the bush, he didn't say exactly what the message was. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ആര് വന്ന് പ്രസംഗിച്ചാലും നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടണമെങ്കിൽ ഈ വചനത്തോട് പുലർത്തേണ്ട 1-ാമത്തെ മനോഭാവം വചനം കേൾക്കണം. Dear children of God, no matter who preaches the word, the first thing that you must have is you must hear the word. കേട്ടാ മാത്രം പോരാ. Not just listening to it. ഈ അടുത്ത കാര്യം കണ്ടോ, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ടതിനെ കൈക്കൊണ്ടതിനാൽ. Because you receive it not as just simply the words of man, but as the word of God. ഈ അനീഷ് തോമസ് പാസ്റ്റർ പൗരസ്ത്യനെ എന്ന് വന്ന് പ്രസംഗിക്കുന്നതുകൊണ്ട് മൊത്തം അങ്ങ് വെട്ടി വിഴുങ്ങണമെന്നൊന്നും ഞാൻ പറയത്തില്ല. ഒന്ന് വിവേചിക്കണം.
മനുഷ്യൻ പറഞ്ഞതാണോ അതോ ദൈവം പറഞ്ഞതാണോ? So I'm telling you, just because Pastor Anish Thomas says it doesn't mean you have to accept everything. You have to digest it and say, is this the words of man or the word of God? മനുഷ്യൻ പറഞ്ഞാണ് തള്ളിക്കളഞ്ഞേക്ക്. If it is the word of man, you can reject it. ദൈവം പറഞ്ഞത് സ്വീകരിക്ക്. If it is the word of God, you accept it. സ്വീകരിക്കുന്നതിന്റെ തെളിവെന്താ? What is the sign of receiving it? സ്വീകരിച്ചതിനാൽ ഇടപെടാതെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. Because you have received it, we give thanks without ceasing. ചിലർ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ ഇങ്ങനെ വാ പൊളിച്ച് കൊട്ടുവാവിടാൻ തുടങ്ങും, വചനം കേൾക്കാൻ തുടങ്ങും. Some people, when they're receiving the word, they're yawning. അതല്ല പറഞ്ഞത്. That's not talking about that. ദൈവവചനം ഒരാളെ അകത്തോട്ട് കയറുമ്പോൾ അവരിൽ നിന്നുള്ള പ്രതികരണമാണ് അവരറിയാതെ ദൈവത്തെ സ്തുതിക്കുന്നത്. When the word of God goes into someone's heart, the reception is the praise that comes out of their mouth. കേട്ടാ മാത്രം പോരാ, സ്വീകരിച്ചാ മാത്രം പോരാ, മൂന്നാമത്തെ കാര്യം ഇവിടെ എഴുതിയിരിക്കുക, വിശ്വസിക്കുന്ന നിങ്ങളിൽ. So the third thing is written, not just hearing the word, not just receiving the word, but believing. അപ്പൊ ശുശ്രൂഷിക്കുന്നവരെ കാട്ടി ഉത്തരവാദിത്വം കേൾക്കുന്നവർക്കാ. And so the responsibility is on those who listen. ഒന്നാമത് കേൾക്കണം. First, you need to listen. രണ്ടാമത് കൈക്കൊള്ളണം. Second, you need to receive. മൂന്നാമത് വിശ്വസിക്കണം. Third, you need to believe. ഇത്രയും കാര്യം നമ്മൾ ചെയ്യുമ്പം When we do this many things, നാലാമത്തെ കാര്യം ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും. the fourth thing happens automatically. എന്താ സംഭവിക്കുന്നത്? What happens? നമ്മൾ കേട്ട വചനം, നമ്മൾ വിശ്വസിച്ച വചനം, നമ്മൾ സ്വീകരിച്ച വചനം, ആ വചനം നമ്മളിൽ അങ്ങോട്ട് വ്യാപരിക്കാൻ തുടങ്ങും. And so that word that we heard, that we received, that we believed, now starts to work in us. എനിക്കറിയാം ഇവിടെ ഒത്തിരി ലൈറ്റുകൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. And I know there's so many lights here. അതിന്റെ സ്വിച്ച് ബോർഡൊക്കെ ദേണ്ട അവിടുന്ന് വരുന്നെന്ന് And you can എനിക്കറിയാം. see that the switchboard is in the back there. ആ മീഡിയ റൂമിൽ നിന്നാ It's വരുന്നത്. from that media area. ഞാൻ അതിനകത്ത് ഒരു സ്വിച്ച് ഊരിയച്ച് അതിനകത്തോട്ട് ഒരു ഇരുമ്പാണി കുത്തി കെട്ടി വെച്ചേച്ച് ആ ഇരുമ്പാണിയിലോട്ട് കൈ പിടിച്ചു സ്വിച്ചിട്ടാ കരണ്ടടിക്കോ? If I take that switch out and put a nail in there and touch it, do you think I will get electrocuted? ഇന്ത്യയിലെ കരണ്ടാണ് എനിക്ക് ഉറപ്പാ. And so if it's Indian current, I know for sure. അരിസോണയിലെ കരണ്ട്. I don't. What about Arizona's നിങ്ങൾ current? പറയും പാസ്റ്റർ കരണ്ടിന് അങ്ങനെ ഒരു കുഴപ്പമില്ല. And you may say it's not a problem here. എവിടുത്തെ കരണ്ടാണ് കരണ്ടെ തൊട്ട ഷോക്ക് ഉറപ്പാ. It means wherever you touch the current, you will get electrocuted. ഇത് തന്നെയാ ദൈവവചനത്തിന്റെ പ്രത്യേകത. And this is also the uniqueness of the word of ആര് God. ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് സ്പർശിക്കുവോ Whoever believes and touches the word of God, അവരിലേക്ക് അത് വ്യാപരിക്കാൻ it will തുടങ്ങും. empower them and come into them. അർത്തമീസ് ദേവിയുടെ ക്ഷേത്രമുള്ള ആവിചാരത്തിനും മന്ത്രവാദത്തിനും മന്ത്രച്ചരടിനും ഭയങ്കര പ്രാധാന്യതയുള്ള എഫെസോസ് പട്ടണത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ഉറക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. There's a thing that Paul is crying out in the city of witchcraft, in the city of Ephesus. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി വ്യാപരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. They're the word of God more than we can ask. It comes in and overflows in our life. ആര് വ്യാപരിച്ചു? ക്രിസ്തുവി വ്യാപരിച്ചു. എപ്പോ വ്യാപരിച്ചു? കല്ലറയിലിരുന്നപ്പോ വ്യാപരിച്ചു. When did it come out? In Christ. When did it come? In the grave. മരിച്ചിരുന്ന യേശു, കല്ലറയ്ക്കകത്തിരുന്ന യേശു ഉയർത്തെഴുന്നേറ്റ് എല്ലാ നാമത്തിലും മേലായ നാമം പ്രാപിക്കാൻ കാരണം വചനം അവന് വ്യാപരിച്ചപ്പോഴാ. And the reason the dead Christ came to life and came into the heavens is because the working of the word. അങ്ങനാണ് ഇന്ന് രാത്രി എനിക്കൊരു കാര്യം പറയാം, വചനം വ്യാപരിച്ച സിറ്റുവേഷൻ മാറും. യെസ്, വചനം വ്യാപരിച്ചാൽ സിറ്റുവേഷൻ മാറും. Let me tell you that when the word works, your situation will change. ഏത് കല്ലറയുടെ അകത്തും ദൈവശക്തി വ്യാപരിച്ചാൽ സിറ്റുവേഷൻ മാറും. In any grave, when the word works, your situation will change. ഇന്ന് രാത്രി ചില തടസ്സത്തിന്റെ മുദ്രകളെ പൊട്ടിച്ചു മാറ്റിയിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ചില കല്ലുകളെ ഉരുട്ടി മാറ്റിയിട്ട് നിങ്ങളെ ഉയർപ്പിക്കത്തക്ക നിലയിൽ ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളെ ശ്രദ്ധിക്കുന്നുണ്ട്? How many of you believe that no matter what stone is in your life, the word of God will come to roll it away? ഉരുണ്ടു മാറാത്ത ചില കല്ലുകൾ ഈ ദിവസങ്ങളിൽ ഉരുണ്ടു മാറാൻ പോവാ. Some stones that are not rolling in your life are now going to roll away. ചലിക്കാത്ത ചില കാലുകൾ ഈ ദിവസങ്ങളിൽ ചലിക്കാൻ പോവാ. Some things that are not working are now going to start working. നടക്കാത്ത ചില വ്യക്തികൾ ഈ ദിവസങ്ങളിൽ നടക്കാൻ പോവാ. Some those who are not walking are going to walk in these days. സംഭവിക്കാത്ത ചില വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോവാ. Some promises that are not fulfilled will be fulfilled in these days. അസാധാരണമായ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ ചലിക്കാൻ പോവാ. The unusual work of God is
is going to എത്ര happen. പേര് ഇന്ന് രാത്രി How many വിശ്വസിക്കുന്നുണ്ട്? of you believe? ഞാൻ ചുമ്മാതെ പ്രസംഗിക്കുകയല്ല. I'm not preaching simply. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ I'm നിൽക്കുന്നത്. standing excited in front of you കാരണം ഇങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുമല്ലോ എന്നുള്ള ഒരു അത്ഭുതം. because it is amazing that God can work like this. കോവിഡ് തുടങ്ങുന്നതിന് ചില ആഴ്ചകൾക്ക് മുമ്പ് Few weeks before COVID started, ഈ അമ്മിണി ആന്റിയുടെ പാസ്റ്റർ മനുവിന്റെ ചർച്ചിൽ ഒരു പ്രഭാത പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് കടന്നു. so we gathered together in Pastor Manu's hometown church for a meeting in the morning. ആന്റി അവിടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാ. മറ്റാരൊക്കെ ഉണ്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. And I know Pastor Manu's mother was there. I don't know who else was there. ആ സമയത്ത് പത്തനംതിട്ടയിലെ MP ആയിരുന്ന, ഇപ്പോഴും MP ആയിരിക്കുന്ന MPയുടെ വൈഫ് അവർക്കുണ്ടായ ഒരു ആത്മനിയോഗമായിരുന്നു. എല്ലാ പ്രഭാതത്തിലും ഒരു 4 മണി 5 മണിക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോയിരുന്നു പ്രാർത്ഥിക്കുക. And so the wife of the local politician, the MP there, had this lead of the Spirit to gather in different places to pray in the morning. അങ്ങനെ ഇവിടെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചു. And so at our location also they gathered for a meeting. ഞാനും എൻ്റെ വൈഫും ഉണ്ട്. And myself and my wife were there. കുറെ ദൈവദാസന്മാരെല്ലാവരും. And several servants of God. ആ സമയത്ത് ആ ദൈവദാസി ഒരു കാഴ്ച കണ്ടു. And so there that servant of the servants of the Lord saw something എന്നിട്ട് എന്നോടായി പറഞ്ഞു, and said to me, ഇന്ന് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. we have come here to pray for this land. പക്ഷേ ഇന്ന് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല ദൈവം എന്നോട് പറയുന്നത്, പാസ്റ്റർ അനീഷിനും ഫാമിലിക്കും വേണ്ടി പ്രാർത്ഥിക്കാനാ ദൈവം എന്നോട് But പറയുന്നത്. God is telling me not to pray for the land right now, but to pray for Pastor Anish and family. ഇവിടെ നിന്ന് അവരുടെ ഭാഷ പറഞ്ഞവരെ 11 kV ഇന്ന് ദൈവം നിങ്ങളിൽ കൂടെ വലിക്കാൻ പോവാ. 11 kV ലൈൻ നിങ്ങളിൽ കൂടെ വലിക്കാൻ പോവുകയാണ്. And so God is going to bring the electric line through your family. അത് ലോക രാജ്യങ്ങളെ മുഴുവൻ കത്തിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. And it's going to bring power to the rest of the nations. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാ ഞാൻ ഇപ്പോൾ നിയോഗത്തോടെ വന്നിരിക്കുന്നത്. And I have come with the unction to pray for you. അവിടെ നിന്ന് ദൈവദാസന്മാരെല്ലാം മുട്ടുകുത്തി നിൽക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി And so all the servants of God kneeled and prayed for us. അതിനുശേഷം ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാ കോവിഡ് And സംഭവിച്ചത്. after a few weeks after that was COVID. പക്ഷെ കോവിഡിൽ സംഭവിച്ചത് ചരിത്രമാ. ഞാനൊരു 25 രാജ്യത്ത് കോവിഡിന് ശേഷം യാത്ര ചെയ്തിട്ടുണ്ട്. And so the story after COVID is I've traveled to 25 plus countries after COVID. ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം. Let me tell you something this evening. നിങ്ങൾ വെറും നോവൽ കേൾക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. You're not here to hear a novel. ഏത് ഡെഡ് പ്ലേസിലും ഏത് തടസ്സത്തിന്റെ മുദ്രയും പൊട്ടിച്ച് നിങ്ങളെ ഉയർപ്പിക്കാൻ കരുത്തുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിലാ ഞാൻ വന്നിരിക്കുന്നതെന്ന് ഉറപ്പുള്ള ദൈവമക്കളെ കരമുയർത്തി പിടിച്ച് ഒരല്പസമയം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. How many of you believe that you're not here to listen to a novel, but wherever the word of God can break any grave? അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കാൻ പോവാ. And the power of God is going to work. വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി. Those who believe should pray. കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന The glory of God will be on our children. ഓ ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാതെ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ The ചലിക്കാൻ glory of പോകുന്നു. God will come down without a generation gap. അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ The പോകുകയാണ്. power of God is going to work for you tonight. Hallelujah. Praise the Lord. Hallelujah. വിശ്വസിക്കുന്നവരൊക്കെ ഒരല്പസമയം കണ്ണുകൾ അടച്ചാട്ടെ. Let's, if you believe, close your eyes. ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കൾ എല്ലാവരും അന്യഭാഷകളിൽ If you're അല്പസമയം led പ്രാർത്ഥിച്ചു by the തുടങ്ങി. Spirit, talk in tongues. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി ചലിക്കാൻ The തുടങ്ങി. Holy Spirit is working tonight. ആത്മാവിന്റെ വലിയ അധികാരം ഈ രാത്രി ചലിക്കാൻ The തുടങ്ങി. authority of the Spirit is കരം working തട്ടി tonight. ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നവർ Let us clap കരം our തട്ടി hands. ദൈവത്തെ സ്തുതിച്ചാട്ടെ. Hallelujah. 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 Amen. Hallelujah. Amen. Amen. Hallelujah. 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 Jesus. Amen. പിതാവേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി മുതൽ വലിയ ദൈവം ചെയ്യണം. വൻ കാര്യങ്ങൾ വെളിപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് കർത്തദാസൻ ഈ മീറ്റിങ്ങിന്റെ കാര്യം എന്നോട് പറഞ്ഞിട്ട് എന്നോട് അദ്ദേഹം ചോദിച്ചു, ഇതിന് പ്രത്യേകമായിട്ടൊരു തീം പറയാമോ? സാധാരണ ഞാനങ്ങനെ തീം പറഞ്ഞു ഒരിടത്തും പ്രസംഗിക്കാറില്ല, കോൺഫറൻസുകളിൽ ഒഴികെ. A few weeks ago, the servant of God called me and asked of me to name a theme for tonight's meeting. And typically I don't give a theme when I go to speak ഈ somewhere. പ്രാവശ്യത്തെ എൻ്റെ അമേരിക്ക യാത്രയിൽ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് പിടിച്ച ശുശ്രൂഷകളായിരുന്നു. And these last few weeks in America, as I have been traveling, has been very busy.
അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീം പറഞ്ഞപ്പോൾ ഒരു അസ്വസ്ഥത എനിക്ക് തോന്നി. And so I was fairly restless when he asked me for a theme. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. And so I told him, I said, I'll look into it and I'll let you know. നോക്കിയിട്ട് പറയാനുള്ള സമയവും ഇല്ലായിരുന്നു. And there was no time to even look into it. പക്ഷേ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വാക്ക് ദൈവം എന്നോട് പറഞ്ഞു. But one night while I was praying, the Lord gave me a word. Take it by force. Take it by force. ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കുക. Take it by force. ആ നിമിഷം തന്നെ ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് ചെയ്തു, ഇതായിരിക്കും ഞാൻ പ്രസംഗിക്കാൻ And that പോകുന്നത്. moment I texted him and said, this is what I'm going to talk about. ഇന്ന് രാത്രി അരിസോണയിൽ ചിലത് നാം പിടിച്ചെടുക്കാൻ പോകും. This night in Arizona we're going to take things by force. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? How many of you believe that? നിങ്ങൾ ആരും തല താഴ്ത്തി ഇവിടെ ഇരിക്കരുത്. Don't look down while you're sitting. നിങ്ങൾ ആരും ഒരുമാതിരി നഷ്ടബോധത്തോട് ഇവിടെ ഇരിക്കരുത്. Don't sit here looking like you've lost something. വളരെ പ്രതീക്ഷയോടെ ഈ രാത്രി നമുക്ക് Sit here with eagerness. സാധാരണ ഈ തീമിൽ കൂടെ പ്രസംഗിക്കാൻ പോയാൽ അത് ഒരു ഗുണത്തെക്കാൾ ദോഷം ചെയ്യുന്നത് ഞാൻ Typically if you talk from this theme it may be more harmful than good. അടുത്ത സമയത്ത് ഒരു സംഭവകഥ വായിച്ചത് കേട്ടത് ഓർക്കുന്നുണ്ട്. Let me tell you a story that I heard recently. രണ്ട് സഭയിലെ രണ്ട് വിശ്വാസികൾ ഒരുമിച്ച് പെട്ടെന്ന് മാറി വന്നവരുടെ രണ്ട് പാസ്റ്റർമാരെ കുറിച്ച് സംസാരിക്കുക. And so two members of our church stood aside and were talking about some രണ്ടുപേരും pastors. പുതുതായിട്ട് വന്നവരാണ്. And there are new people. അപ്പോൾ രണ്ട് സഭകളിലെ വിശ്വാസികൾ രണ്ടുപേരെയും വിലയിരുത്തുകയാണ്. And so these people are judging people from these pastors from two ഒരാൾ different പറഞ്ഞു ഇപ്പൊ churches. ഞങ്ങൾക്ക് വന്നിരിക്കുന്ന പാസ്റ്റർ സൂപ്പർ പാസ്റ്ററാണ്, ഏത് സബ്ജക്റ്റ് കൊടുത്താലും ഒരു 3/4 മണിക്കൂർ വളരെ സൂപ്പറായിട്ട് പ്രസംഗിക്കുമല്ലോ. And so one person judged his pastor and said, the new pastor that we have, you to give him any topic he can preach for an hour on it. അപ്പോൾ മറ്റേയാൾ പറഞ്ഞു ഇപ്പൊ ഞങ്ങൾക്ക് വന്നിരിക്കുന്ന പാസ്റ്റർ അതിനെക്കാട്ടി സൂപ്പറാണ്. And so the second guy said, the pastor we got is even better than that. ഒരു സബ്ജക്റ്റ് കൊടുത്തില്ലെങ്കിലും പുള്ളി 1.5 മണിക്കൂർ പ്രസംഗിക്കുകയും ചെയ്യും, പ്രസംഗം തീരുമ്പോൾ അത് വലിയൊരു വിഷയമാക്കി മാറ്റുകയും ചെയ്യും. And so he said, even if you don't give him a topic, he'll still talk for 1 hour and make it a big deal. എന്താന്നേലും ഇന്ന് രാത്രി ഞാനൊരു വിഷയമായിട്ട് ഇതൊന്നും അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. And so I'm not going to end this as a deal. നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ദൈവം തന്ന ഒരു വാക്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യമാണ്. So to share the word with you, let us turn to Matthew chapter 11 verse 12. അവിടെ എഴുതിയിരിക്കുന്നത് ബലാത്കാരികൾ ബലാത്കാരേണ ദൈവരാജ്യത്തെ അവകാശമാക്കുന്നു. And it says there, the kingdom of heaven suffers violence and the violent take it by force. നമുക്കറിയാം 4 സുവിശേഷങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വലുതും ചെറുതുമായ 150 സംഭവങ്ങളാണ് We രേഖപ്പെടുത്തിയിരിക്കുന്നത്. read about so many events that circle the 4 gospels. യേശു പറഞ്ഞ 43 ഉപമകളും യേശു ചെയ്ത 40ഓളം അത്ഭുതങ്ങളും ഉൾപ്പെടെ 150 സംഭവങ്ങളാണ് 4 സുവിശേഷകന്മാർ And we രേഖപ്പെടുത്തിയിരിക്കുന്നത്. see that the gospels talk about 40 plus parables and 40 plus incidences with Jesus. മത്തായി സുവിശേഷത്തിൽ തന്നെ പ്രധാനമായിട്ട് യേശുവിന്റെ 5 പ്രസംഗങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ. And in Matthew, the Gospel of Matthew, we read the 5 messages of Jesus. 1, 5, 6, 7 അധ്യായത്തിലെ പർവ്വത പ്രസംഗം, And in the Beatitudes in chapter 4 and 5, 2, 10, 11 അധ്യായത്തിൽ ദൈവരാജ്യം സംബന്ധിച്ച പ്രസംഗം, and chapter 19 about the kingdom of heaven, 3, 13 അധ്യായത്തിലെ പടകിലുള്ള പ്രസംഗം, and in chapter 13 about the message in the boat, 4, 18 അധ്യായത്തിലെ മാനസാന്തരത്തിന്റെ പ്രസംഗം, and chapter 18 about repentance, 5, 24, 25 അധ്യായത്തിൽ മടങ്ങിവരവിന്റെ and പ്രസംഗം, about chapter 24 and 25 about his return coming. 24 അധ്യായത്തിൽ യേശുവിന്റെ മടങ്ങിവരവിന്റെ 10 ലക്ഷണങ്ങൾ നമുക്ക് കാണുവാൻ. And in chapter 24, the 10 signs of the return of Christ. മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21 ഇവിടെ എല്ലാം കൂടെ നോക്കിയാൽ യേശുവിന്റെ വരവിന്റെ 12 ലക്ഷണങ്ങളാണ് നമുക്ക് In കാണുവാൻ. Matthew, Mark, and Luke, they highlight the 12 signs of the coming of the Lord. അതിനകത്ത് മത്തായി തന്നെ 10 ലക്ഷണങ്ങൾ നമുക്ക് And കാണുവാൻ. in Matthew alone, we see 10 of those ഞാൻ signs. ഈ അടുത്ത സമയത്ത് മറ്റൊരു പാസ്റ്ററുമായിട്ട് ഇരുന്ന് പവർഷനിൽ തന്നെ യേശുവിന്റെ വരവിന്റെ 10 ലക്ഷണങ്ങളെ കുറിച്ച് മത്തായി 24 അടിസ്ഥാനത്തിൽ ഒരു ക്ലാസ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് പോരുവാൻ. Recently, I took a class on Power Vision from Matthew chapter 24 on the 10 signs of the coming of the Lord. നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റുവാണെങ്കിൽ അത് കണ്ടാൽ വളരെ പ്രയോജനപ്രദമായിരിക്കും. അപ്ഡേറ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഞാൻ അവിടെ ഓർപ്പിച്ചത്. And I gave some updates there, and if you have time to watch it, it is uploaded. അപ്പൊ തന്നെ ദൈവരാജ്യം എന്നത് 10, 11 അധ്യായത്തിൽ യേശുവിന്റെ ഒരു പഠിപ്പീരായി. And so this teaching of the kingdom of heaven is part of one of the messages ദൈവരാജ്യം of Christ. സംബന്ധിച്ച 13 ഉപമകളാണ് യേശു മൊത്തം പറഞ്ഞത്. And he gave 13 parables regarding the kingdom of heaven. അതിനകത്ത് 5 കൃഷിയുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. And 5 are given in a vision sense. 4 പണവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്.
റിലേറ്റഡ് ടു മണി, പണവുമായി And 5 ബന്ധപ്പെട്ടാണ്. of them are related to money. അപ്പൊ തന്നെ 2 വിരുന്നുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. And 2 are related to a wedding feast. ഒരെണ്ണം മീൻപിടുത്തവുമായി And ബന്ധപ്പെട്ടാണ് 1 is related to fishing. മറ്റൊന്ന് ഭക്ഷണം പാകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് 1 is related to food. അപ്പൊ ദൈവരാജ്യം എന്താണെന്ന് തന്റെ കൂടെയുള്ളവർക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. So those who are with him could understand what the kingdom of heaven is. അപ്പൊ കർത്താവ് പറയുകയാണ് ദൈവരാജ്യത്തെ തുറക്കാൻ ഉപയോഗിക്കുന്ന ഒരു താക്കോലുണ്ട്. And what Jesus says, there is a key to open heaven. അത് പ്രാർത്ഥനയാണ്. And that is prayer. Praise the Lord. Amen. ആ പ്രാർത്ഥനയെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞാൽ ഞാൻ വേണം ബില്യൺ ബാർക്ലയുടെ വാക്കെടുത്ത് പ്രസംഗിക്കും. And I can take much time to preach about prayer. പ്രാർത്ഥന യാഥാർത്ഥ്യത്തിൽ നമ്മൾ ഒളിച്ചോട്ടമല്ല, പൊരുതി കീഴടക്കുന്ന ശക്തിയാണ് എന്നൊക്കെ പറയാൻ പറ്റും. We can say many wonderful things about prayer. പക്ഷെ എനിക്കിന്ന് രാത്രി നിങ്ങളെ 1-2 വാക്യം ഒന്ന് ഓർപ്പിക്കണമെന്ന്. But I want to remind you some verses. ലൂക്കോസ് 21:36 പ്രാർത്ഥനയെ കുറിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. Luke chapter 21 talks about prayer. ലൂക്കോസ് 21:36 ഇങ്ങനെ പറയുന്നത്, ആകയാൽ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാൻ. അപ്പം പ്രാർത്ഥിച്ചാൽ ചിലതൊക്കെ ഒഴിഞ്ഞു പോകുമെന്നുള്ളത് ഒരു So യാഥാർത്ഥ്യം. Luke chapter 21 verse 36, pray always that you may be counted worthy to escape, which means that through prayer you can escape things. യോഹന്നാൻ 17:15 പറയുന്നത്, And in John chapter 17 verse 15, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വേണം അവരെ കാത്തുകൊള്ളണമെന്ന് ഞാൻ I അപേക്ഷിക്കുന്നു. pray that you don't take them out of the world but protect them from the evil one. അപ്പൊ പ്രാർത്ഥിച്ചാൽ ചിലത് ഒഴിഞ്ഞു പോകും. So if you pray you can escape some things. പ്രാർത്ഥിക്കുന്നവൻ അകപ്പെടത്തില്ല. And when you pray you will not fall into things. എന്റെ പ്രിയപ്പെട്ടവരെ, ശത്രു നമ്മുടെ കുടുംബങ്ങളെ അകപ്പെടുത്താൻ നിൽക്കുമ്പോൾ, Dear children of God, when the devil is looking for our families to fall into things, പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ചിലത് ഒഴിഞ്ഞു പോകുമെന്നുള്ളതൊരു യാഥാർത്ഥ്യം. but those who pray they will escape from things. അതുകൊണ്ട് ഒരു ആത്മീക തീവ്രത പ്രാർത്ഥനയിൽ നാം തുടരേണ്ടത് So we ആവശ്യമാണ്. need to be very strong and fervent in our prayer. ഒരു ന്യൂട്രൽ പ്രയർ അല്ല ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. God does not expect a neutral prayer from നാം us. പ്രാർത്ഥനയിൽ ആക്റ്റീവ് ആകുമ്പോഴാണ് ദൈവരാജ്യം ഭൂമിയിൽ റിവീൽ When ചെയ്യപ്പെടുന്നത്. we pray actively is when the power of God is revealed on the earth. നാം പ്രാർത്ഥനയിൽ ആക്റ്റീവ് ആകുമ്പോൾ ദൈവരാജ്യത്തിൽ ഒരു ദൈവവേദന ലഭിക്കുന്ന സകല വാഗ്ദത്തങ്ങളും നമുക്ക് പ്രാപിക്കുവാൻ When we are കഴിയും. active in prayer, the child of God can receive every promise in the word of God. ഇന്ന് രാത്രി എനിക്ക് ബലം പ്രയോഗിച്ച് ചിലത് പിടിച്ചെടുക്കുക എന്ന വിഷയം നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ താല്പര്യമുള്ളപ്പോൾ, While I am interested to teach you about things that are taken by force, അതിനകത്ത് ഒരാളെയാണ് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. one person I want to introduce to you. ഉൽപ്പത്തി പുസ്തകം 32-ാം 11-ാം വാക്യത്തിൽ അദ്ദേഹം കടന്നു പോകുന്ന സാഹചര്യത്തെ അദ്ദേഹം പറയുകയാണ്. In Genesis, it's talking about his situation. ആ മനുഷ്യന്റെ പേര് യാക്കോബ് എന്നാണ്. And that man's name is Jacob. 32-11 അദ്ദേഹം പറയുകയാണ്, Chapter 32, verse 11. എന്നെയും മക്കളോടുകൂടെ തള്ളയെയും അവർ നശിപ്പിക്കും. They're going to destroy me along with my family. 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ Verse 24 through 28, താൻ കടന്നു പോകുന്ന വലിയ പ്രതിസന്ധിയാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. we see what situation he's going through. എന്നെയും എന്റെ മക്കളെയും അവരുടെ തള്ളയെയും അവർ നശിപ്പിക്കും. He is going to destroy me, my children, and their mother. ഇവിടെയാണ് ആ മനുഷ്യൻ ബലം പിടിക്കാൻ തയ്യാറാകുന്നത്. And so here is where it's taking things by അവന്റെ force. ഭാവി നഷ്ടമാകുന്നു. His future is going to be lost. അവന്റെ തലമുറയുടെ ഭാവി നഷ്ടമാകുന്നു. His generation will be lost. എല്ലാറ്റിലുപരി അവന്റെ കുടുംബം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. And more than anything, a time when his family is lost. ദൈവം മനുഷ്യന് നൽകിയതിൽ വെച്ച് ഏറ്റവും വലിയ അനുഭവമാണല്ലോ കുടുംബം. And the greatest experience God has given man is the family. ബൈബിൾ ആരംഭിക്കുന്നത് കുടുംബത്തിലാണ്. The Bible starts with the family ബൈബിൾ പോകുന്നത് മുഴുവൻ and goes through the Bible with family. ബൈബിൾ ചെന്ന് അവസാനിക്കുന്നത് And കുടുംബത്തിലാണ്. the Bible ends at the family. ദൈവത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള 2 കാര്യങ്ങളാണ്, ഒന്ന് കുടുംബവും മറ്റൊന്ന് സഭയും. The 2 things that are important to God, one is the family, one is the church. യഥാർത്ഥത്തിൽ സഭയും കുടുംബവും തമ്മിൽ പിരിച്ചെഴുതാൻ പറ്റാത്ത ഒരു ബന്ധമാണ് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. And the New Testament truly teaches that there is a inseparable relationship between family and the church. ഗിരിപ്രഭാഷണം പഠിക്കുമ്പോൾ, When you study the word, റോമാലേഖനം പഠിക്കുമ്പോൾ, when you study Romans, അപ്പൊ തന്നെ എഫെസ്യ ലേഖനം പഠിക്കുമ്പോൾ, study the book of Ephesians, തെസ്സലോനിക്ക ലേഖനം the പഠിക്കുമ്പോൾ, Thessalonians, കൊലോസ്യ ലേഖനം the
Colossians. ഇവിടെ എല്ലാ സഭയും കുടുംബവും തമ്മിൽ ഒരു പിരിച്ചെടുത്തില്ലാത്ത ബന്ധം നമുക്ക് And we കാണാം. see the relationship in those books between the family and the church. എൻ്റെ പ്രിയപ്പെട്ടവരെ, തെസ്സലോനിക്ക ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ പൗലോസ് വളരെ പ്രധാനപ്പെട്ട 3 കാര്യം, അതായത് ടോട്ടലി കൺഫ്യൂസ്ഡ് ആകുന്നുണ്ടോ എന്ന് നമുക്കൊരു സംശയമാണ്. When we read Thessalonians, he brings up 3 things in such a way we think he's confused. ഫാമിലി ലീഡർഷിപ്പിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. He's talking about family leadership. ഫാമിലി വർഷിപ്പിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. Talks about family worship. ഫാമിലി ഫെലോഷിപ്പിനെ കുറിച്ച് അദ്ദേഹം And then പറയുന്നു. talks about family fellowship. ചർച്ച് ലീഡർഷിപ്പിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. He talks about church leadership. ചർച്ച് ഫെലോഷിപ്പിനെ കുറിച്ച് അദ്ദേഹം He talks പറയുന്നു. about church fellowship. ചർച്ച് വർഷിപ്പിനെ കുറിച്ച് And then അദ്ദേഹം church പറയുന്നു. worship. അപ്പൊ കുടുംബവും സഭയും തമ്മിൽ ഒരു പിരിച്ചെടുത്തില്ലാത്ത പോലുള്ള ബന്ധമാണ് ഈ ലേഖനങ്ങളിൽ അദ്ദേഹം So കൊണ്ടുവരുന്നത്. he's giving a close relationship, unmistakable relationship between the family and the church. ഇവിടെ യാക്കോബ് പറയുകയാണ്, എന്റെ കുടുംബം നഷ്ടപ്പെടാൻ Here പോകുകയാണ്, Jacob is also saying, I'm going to lose my family. എനിക്കത് കൊടുക്കാൻ മനസ്സില്ല. So I don't have a mind to give it to him. അതിനുവേണ്ടി അദ്ദേഹം ബലം പിടിക്കുകയാണ്. So now ദൈവത്തിൽ. he is pushing back. അപ്പം ദൈവസന്നിധിയിൽ ബലം പിടിക്കാൻ വന്ന മനുഷ്യനോട് ദൈവം ചോദിക്കുകയാണ്, And so the man who came to God's presence to show force, God is telling him, നിന്റെ പേരെന്താ? what is your name? അപ്പൊ ഞാൻ ചോദിച്ചു ദൈവത്തോട്, So I asked God, ദൈവമേ അങ്ങക്ക് ഇവന്റെ പേരറിയത്തില്ലേ? don't you know my name, God? അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, And God told me, എനിക്ക് പേരറിയാത്തോണ്ടല്ല, it's not that I don't know your name. കുറെ നാൾ മുമ്പ് ഇവന്റെ അപ്പനും എന്നോട് ചോദിച്ചായിരുന്നു ഇവന്റെ പേരെന്താ. Few months ago, few times ago, your father also asked me, what is my അപ്പൊ name? അവൻ എന്താ What did പറഞ്ഞെന്നറിയോ? he say at that time? നിന്റെ മകൻ ഏശാവാ ഞാൻ. ഇപ്പം ഞാൻ ചോദിക്കാൻ കാര്യം, സ്വഭാവത്തിന് വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണം. But now I'm asking to know truly, is there any change in your character? ഹലോ, ദൈവരാജ്യത്തിൽ എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ സ്തോത്രം പറഞ്ഞതിലും കാര്യം പിടി കിട്ടുന്നുണ്ടല്ലോ. ദൈവരാജ്യത്തിൽ എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകണം. If you need to receive something from the kingdom of heaven, there needs to be a change in your character. ഈ ദൈവ ശരിക്കും സ്വഭാവത്തെ അളക്കും. God truly and precisely measures character. ഞാൻ ഇച്ചിരി കൂടെ ലളിതാക്കി തരാം. Let me simplify it for you. ദൈവസന്നിധിയിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ If you need to receive something from God, നമ്മുടെ സ്വഭാവത്തെ ദൈവം കൃത്യമായിട്ട് അളക്കും. God will truly measure your character. സ്തോത്രം. Amen. സ്വഭാവത്തിനൊരു മാറ്റം ഉണ്ടാകാതെ Without change in your character, ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് ഒരു പോരാളിയാകാൻ കഴിയത്തില്ല. you cannot fight for the kingdom of heaven. ഇന്നും നാളെയുമായിട്ട് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ ഗൗരവമായ വിഷയമാണ്. And this is a serious thing that I will talk today and tomorrow. പക്ഷെ ഇന്ന് രാത്രി എനിക്കൊരു 5 അളവുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. But I'm going to show you 5 measurements today. ദൈവം അളക്കുന്ന 5 അളവുകൾ ഉണ്ട്. 5 standards that God measures by. അതിൽ ഒന്നാമത്തെ അളവ്, ദൈവം നമ്മുടെ ആത്മീക മനോഭാവങ്ങളെ അളക്കും. And the first thing he measures is our spiritual background, our നമ്മൾ spiritual ധരിച്ചിരിക്കുന്ന mindset. വസ്ത്രത്തെ ദൈവം അളക്കും. He measures our clothing. ഇന്ന് രാത്രി നിന്റെ വസ്ത്രത്തിൽ എവിടെയെങ്കിലും ചെളിയുണ്ടോ എന്ന് ദൈവം അളക്കും. God is going to measure and see if there's a stain on your clothing. സക്കറിയ പ്രവചനത്തിൽ തന്നെ 5 അളവുകൾ കിടക്കും. In Zechariah, the prophet talks about 5 measurements. അത് വളരെ വേഗത്തിൽ പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. And I'm going to say those things very quickly. ഒന്നാമത്തെ അളവാണ്, ദൈവരാജ്യത്തിലെ ഒന്നാമത്തെ അളവാണ്, യോശുവ ധരിച്ചിരുന്ന വസ്ത്രത്തെ ദൈവം അളക്കുകയാണ്. And so the first measurement is the clothing that Joshua was wearing. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ്, And we read that in Joshua. 1:3 മുതൽ ഉള്ള വാക്യങ്ങളിൽ പറയുകയാണ്, ദൈവം പറയുകയാ, അവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നു. And so he's saying in Joshua, he's wearing dirty clothing. അത് ഊരി മാറ്റ്, Take it away എന്നിട്ട് അവനെ ധരിപ്പീര്. and put clothing on him. എന്ത് ധരിപ്പിക്കണം? To clothe him in what? ഉത്സവ വസ്ത്രം In ധരിപ്പിക്കണം. festival clothing. ഇന്ന് രാത്രികാലം മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവന് ദൈവരാജ്യത്തിന്റെ മഹത്വത്തെ അനുഭവിക്കുവാൻ കഴിയത്തില്ല. Those who are wearing soiled clothing cannot experience the glory of his kingdom. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? Are you understanding?
എവിടെങ്കിലുമൊക്കെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പുതിയതൊന്ന് ധരിക്കുന്നതിന് മുമ്പ് ചിലത് ഊരി മാറ്റുവാൻ നമുക്ക് കഴിയട്ടെ. Wherever you are wearing dirty clothing, before you put on the new clothing, you have to take off what's dirty. എന്തുകൊണ്ടാണ് ഉത്സവ വസ്ത്രത്തിന്റെ കാര്യം ദൈവം ആവശ്യപ്പെടുന്നത്? Why is God asking about the festival clothing? സാത്താൻ നോക്കുന്നു, Because the devil is looking. സാത്താൻ കാണുന്നു, Devil is seeing. സാത്താൻ പറയുന്നു, And he is saying, ഇവൻ ദൈവരാജ്യത്തിന് he കൊള്ളാവുന്നവനല്ല. is not worthy of the ഇന്ന് kingdom. രാത്രികാലം നിന്റെ ജീവിതത്തിലെ മുഷിവുകളെ സാത്താൻ കാണുന്നു എന്നുള്ളത് തന്നെയാണ് ചിലത് ഊരി മാറ്റാൻ ദൈവം നിന്നെ നിർബന്ധിക്കുന്നതിന്റെ കാരണം. And God is insisting that you take away your dirty clothing because the devil can see that you have it on. നമുക്ക് ഇന്ന് രാത്രി ചിലത് ഊരി മാറ്റാം. So tonight we have to take those things off. കോപത്തിന്റെ വസ്ത്രം നമുക്ക് ഊരി മാറ്റാം. Take the clothing of the world off. അസൂയയുടെ വസ്ത്രം നമുക്ക് ഊരി മാറ്റാം. The clothing of jealousy off. ദൈവരാജ്യത്തിൽ ഉപയോഗമില്ലാത്ത സകല വസ്ത്രങ്ങൾ ഊരി മാറ്റിയേച്ച് ഇന്ന് രാത്രി നമുക്ക് ഒരു ഉത്സവ വസ്ത്രം ധരിക്കാം. Any clothing that is not worthy of his kingdom, let us take it off and put on the clothing of festival. ജഡത്തിന്റെ പ്രവൃത്തിയുടെ വസ്ത്രം ധരിച്ചവന് ദൈവരാജ്യത്തിൽ ഉപയോഗിക്കപ്പെടാൻ പറ്റത്തില്ല. Those who wear the works of darkness have no use for his kingdom. ചതിവിന്റെ വസ്ത്രം ധരിച്ചിരിക്കുന്നവന് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടാൻ പറ്റത്തില്ല. Those who are using wickedness to trap people have no use in his kingdom. ഇന്ന് രാത്രി നമ്മളിലേക്ക് നമുക്കൊന്ന് നോക്കാം. Let us look toward ourselves. ഞാൻ 5 അളവുകളെ കുറിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാനാ വന്നത്. And so I came to you to speak about 5 measurements. ഒന്നാമത്തെ അളവാണ് നമ്മുടെ വസ്ത്രത്തെ ദൈവം അളക്കും. And so the first measurement is the measurement of our clothing. ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ആരാധനയുടെ കാര്യം തന്നെയാണ്. And this is truly talking about worship. ആരാധനയെ ദൈവം അളക്കും. God measures worship. അത് വെളിപ്പാട് പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് And എഴുതിയിരിക്കുകയാണ്. it's said clearly in Revelation. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. Revelation chapter 11 verse 1. അവിടെ വരുമ്പം പറയുന്ന ഒരു കാര്യമുണ്ട്. And it says there, എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? what does it say? വെളിപ്പാട് 11-ന്റെ 1. നീ ഒരു ദണ്ഡ് കയ്യിൽ പിടിച്ചിട്ട് You have been given a reed. എന്താ അളക്കേണ്ടത്? What do you need to measure? ആലയത്തെയും Measure the temple, യാഗപീഠത്തെയും the altar, അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. and those who worship there. ഹലോ, Amen. എന്താ അളക്കേണ്ടത്? What do we see there? ആലയത്തെ അളക്കണം, The temple, യാഗപീഠത്തെ അളക്കണം, the altar. അതെല്ലാം പോട്ട് അതിൽ നമസ്കരിക്കുന്നവരെ അളക്കണം. Forget all of that, but measure those who ഇന്ന് worship there. രാത്രി മറ്റെന്തളക്കുന്നതിനേക്കാൾ ദൈവം അളക്കും. അനീഷ് തോമസിന്റെ മനോഭാവത്തെ അളക്കും. No matter what God looks at, he will measure your heart. എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ദൈവദാസനെ ദൈവം അളക്കും. God will measure the brother who's translating. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരെ ദൈവം He അളക്കും. will measure those who are sitting here. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ദൈവം The അളക്കും. children of God, he will measure. അളക്കുന്നത് കൊണ്ട് തന്നെയല്ലേ എബ്രായ ലേഖനം 11-4 പറഞ്ഞത് കയീന്റേതിനേക്കാൾ ഉത്തമമായി യാഗമായിരുന്നു ഹാബേലിന്റെ യാഗമെന്ന്. And so it says there, we understand in Hebrews chapter 11, greater than the offering of Cain was Abel. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരാധന ദൈവം അളക്കും. Dear children of God, he measures our worship. എന്താ കയീന്റെ ആരാധനയുടെ പ്രത്യേകത? What was unique about Cain's worship? സ്വച്ഛാരാധന, സ്വന്തം ഇഷ്ടത്തിന് ആരാധിച്ചു. He worshipped by his own interest. സ്വന്തം ഇഷ്ടത്തിന് ആരാധിക്കുന്നവനെല്ലാം ശാപം വിളിച്ചു വരുത്തും. Those who worship by their own interest call down on themselves a curse. ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ആരാധിക്കുന്നവൻ തലമുറയുടെ അനുഗ്രഹം പ്രാപിക്കും. Those who worship by God's interest will bless their ഇന്ന് രാത്രി generation. തീരുമാനിക്ക്, എന്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ ആരാധിക്കത്തില്ല. Tonight make a decision. I will not worship by my own interest. എന്റെ സ്വന്തം ബുദ്ധിക്ക് ഞാൻ ആരാധിക്കത്തില്ല. I will not worship by my own knowledge. എന്റെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഞാൻ ആരാധിക്കും. I will worship because of the interest of എത്ര പേര് God. രാത്രികാലം തീരുമാനിക്കും? How many of you will decide that? ഞാനൊരു ഇടിനാദം പോലെ എന്റെ കാതിൽ കേൾക്കുന്ന ശബ്ദമായത്. And let me tell you this. റോമാലേഖനം 12:1. Romans chapter 12 verse 1. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവർപ്പിച്ച് നിങ്ങളെ Dear പ്രബോധിപ്പിക്കുന്നത് brothers, I beseech you on the loving kindness of നിങ്ങൾ God ബുദ്ധിയുള്ള ആരാധനയായി as a meaningful sacrifice. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി Offer your സമർപ്പിപ്പീൻ. bodies as a living sacrifice to God. ഇന്ന് രാത്രി ദൈവത്തിന് ഹിതമുള്ള ഒരു ആരാധന, A worship that is pleasing to God. ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു
ആരാധന, a worship that is pleasing. നിങ്ങളുടെ ജീവിതം മാറുന്നത് ദൈവിക ബന്ധത്തിലാണ്. Your life changes in your relationship with God. നിങ്ങളുടെ ജീവിതം മാറുന്നത് ദൈവിക ആരാധനയിലാണ്. Your life changes in your worship with God. ആരാധനയിൽ വരുന്ന ആരുടെയും ജീവിതത്തിന് മാറ്റം കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God is willing to change the lives of people who worship Him. സ്വച്ഛാരാധന മനുഷ്യനെ ശാപത്തിലേക്ക് നയിക്കുമ്പോൾ, And so while the worship of the world takes people to curse, സത്യാരാധന മനുഷ്യനെ അനുഗ്രഹത്തിലേക്ക് the നയിക്കുന്നതാണ്. true worship leads people to blessing. യെസ്, എബ്രായ ലേഖനത്തിൽ നമ്മൾ കണ്ടു കയീന്റേതിലും നല്ല ആരാധന. We see in Hebrews the worship that is greater than Cain's. ഒരു സാക്ഷ്യം ഉണ്ടാകുന്ന ആരാധന. There is a worship of testimony. മറ്റേത് ശാപത്തിന്റെ ആരാധന. We see another worship of curse. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, 5 തരം ശാപങ്ങളെ ദൈവവചനം പരിചയപ്പെടുത്തുന്നു. And so the word of God tells us 5 curses. ഒന്ന് ജനറേഷണൽ കേസ് ഉണ്ട്. There's generational curses തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്ന ശാപം. that goes into generations. 2 ജോഗ്രഫിക്കൽ കേസ് ഉണ്ട്. There's geographical curses 3 സിൻ ബേസ്ഡ് കേസസ് ഉണ്ട്. പാപനിമിത്തമുള്ള ശാപം. and curses because of sin. 4ാമത്തേത് വാക്കുകൾ കൊണ്ടുള്ള ശാപം. And there's curse through words. 5ാമത്തേത് ട്രോമ ബേസ്ഡ് കേസസ്. And there's trauma-based curses. ഈ 5 ശാപവും മാറുന്നത് കാൽവരി ക്രൂശിന്റെ മുമ്പിൽ. And these 5 curses are taken out because of the cross. ഇന്ന് രാത്രി നിങ്ങൾ ഏത് ശാപം പേറുന്നവരാണെങ്കിലും കാൽവറിയുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു അനുഗ്രഹമാണ്. No matter what curse is in your life today, there is a blessing in front of Calvary for you. യെസ്, ഹല്ലേലൂയ, Amen. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. Amen. ഏത് ശാപമാണെങ്കിലും Whatever curse it is, അവന്റെ പുത്രന്റെ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നത്. the blood of His Son cleanses you from all curse. ഹല്ലേലൂയ. Amen. ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, Listen carefully. 5 തരം ശാപം. There are 5 types of curses. അതിനകത്ത് ഒന്നാണ് ജനറേഷണൽ കേസ്. And one of those curses is the generational curse. തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്ന ശാപം. The curses that go into generations. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധന നമ്മുടെ തലമുറകളെ ബാധിക്കും. That means our worship will affect our generations. എങ്ങനെയൊക്കെ ബാധിക്കും? How does it affect? 2 തരത്തിൽ ബാധിക്കും. In 2 ways. നമ്മുടെ ആരാധന ദൈവഹിത പ്രകാരമുള്ള ആരാധനയാണെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മുടെ തലമുറയ്ക്ക് അനുഗ്രഹമായിട്ട് ബാധിക്കും. If our worship is according to the will of God, it will bless our generation. നമ്മുടെ ആരാധന സ്വന്തം ഇഷ്ടത്തിലുള്ള ആരാധനയാണെങ്കിൽ അത് നമ്മുടെ തലമുറകളെ ശാപമായിട്ട് ബാധിക്കും. And if our worship is by our own interest, it will be a curse to our generation. നമ്മുടെ തലമുറയുടെ ഭാവി തീരുമാനിക്കുന്നത് നമ്മളാണ്. We are the ones that determine the destiny of our generation. നിങ്ങളുടെ തലമുറയുടെ ശാപത്തെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. You can remove the curse on your generation. നിങ്ങളുടെ ഒറ്റ തീരുമാനം മതി നിങ്ങളുടെ തലമുറയുടെ ജീവിതം മാറ്റാൻ. All you need is one decision to change the destiny of your generation. കാൽവറിയുടെ മുമ്പിലുള്ള നിങ്ങളുടെ ഒരു മനോഭാവമാണ് നിങ്ങളുടെ തലമുറയുടെ ശാപം. Your mindset in front of Calvary will change your future. ഈ ഏറ്റവും വലിയ തെളിവ് യോവേൽ പ്രവചനമാണ്. And the greatest proof of that is the prophet Joel. ജോബേല് 2 വാക്കിൽ നിന്നാണ് യോവേൽ എന്ന വാക്കുണ്ടായത്. And so the word Joel comes from 2 words. ഒന്ന് യാവേ, 2 ബേൽ. And first is Yahweh, second is El. യാവേ എന്ന് പറഞ്ഞാൽ യഹോവ, ബേൽ എന്ന് പറഞ്ഞാൽ ദൈവം. And so one is Jehovah and second is God. യോവേൽ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം ദൈവമാണ്, യഹോവ തന്നെ ദൈവം. And so the name of Joel means Jehovah is God. ഒറ്റ കാര്യ പ്രവാചകന് പറയാനുള്ളൂ. And so the prophet says one thing. ദൈവത്തിങ്കിലേക്ക് തിരിയുക. And he says, come back to God. എന്താ യോവേൽ പ്രവചനത്തിന്റെ പശ്ചാത്തലം? What is the background of Joel, the prophet Joel? യോവേൽ പ്രവചിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു രാജാവുണ്ട്. There's a king during the time of the prophet Joel. ഓൾഡ് ടെസ്റ്റ്മെന്റ് ഹിസ്റ്ററി പറയുന്നത് യോവാശ് എന്നാണ് ആ രാജാവിന്റെ പേര്. And if you study Old Testament history, his name is Joash. ഞാൻ റെഫറൻസ് പറയാം. 2 ദിനവൃത്താന്തം 24 ഒന്ന് വായിച്ചാൽ മതി. And you read 2 Chronicles chapter 24. യോവാശ് 7ാമത്തെ വയസ്സിൽ രാജാവായ മനുഷ്യനാണ്. This Joash is the king at age 7. 40 വർഷമാണ് ഭരിച്ചത്. And he reigned for 40 years. അവന്റെ അമ്മയ്ക്ക് അബിയ എന്നാണ് പേര്. And his mother's name was Abiah. എഴുതിയിരിക്കുന്ന ഒരു കാര്യം, യഹോയാദാ പുരോഹിതന്റെ ആയുഷ്കാലത്തൊക്കെ യോവാശ് യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. And we read that this king Joash did everything that was pleasing to God during the reign of the high priest Jehoiada. ആ പാസ്റ്റർ കാലത്ത് നല്ലതായിരുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പം നല്ലതല്ലെന്നല്ലേ?
If you say that it was good during that pastor's time, doesn't mean it's good now. യോവാശിന്റെ കുഴപ്പം അത് തന്നെയായിരുന്നു. And that was the problem with Joash. അന്ന് നല്ലതായിരുന്നു, പിന്നെ യോവാശ് ദൈവത്തിൽ നിന്ന് അകന്നു. And so we see that Joash was good at one time, but then he separated from God. യോവാശ് ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ എന്തോ സംഭവിച്ചു? When he separated from God, what happened? ദേശത്ത് ഒരു വെട്ടുക്കിളി ആക്രമണം ഉണ്ടായി. And so the land had a grasshopper infestation. കാർമേഘം അന്തരീക്ഷത്തെ മൂടുന്നത് പോലെ വെട്ടുക്കിളി വന്ന് അന്തരീക്ഷത്തെ And so locusts came on the land like clouds. എന്നിട്ട് നിമിഷങ്ങൾക്കകത്ത് വെട്ടുക്കിളി ആ കൃഷി മുഴുവൻ നശിപ്പിച്ചു. And so within minutes the locusts destroyed the crops. ഈ സമയത്താണ് പ്രവാചകൻ എഴുന്നേറ്റ് രാജാവിന്റെ മുഖത്ത് നോക്കി And so പറയുന്നത്, at this time it's the prophet Joel who looks at the king and says, രാജാവേ ഈ വെട്ടുക്കിളി ആക്രമണം ചുമ്മാതല്ല, and he says, "Oh king, this locust invasion is not coincidence. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. This is the work of God." ഈ വെട്ടുക്കിളിക്ക് പുറകെ പച്ചപ്പുഴു വരും, പച്ചപ്പുഴുവിന് പുറകെ തുള്ളം വരും, തുള്ളന് പുറകെ വീട്ടിൽ വരും എന്ന് പറഞ്ഞാൽ 4 സാമ്രാജ്യങ്ങൾ വന്ന് ഇസ്രായേൽ എന്ന ദൈവത്തിന്റെ കൃഷിയെ നശിപ്പിക്കാൻ പോകുകയാണ്. And so he said different type of insects would come one after another, signifying and symbolizing different kingdoms that are going to come. നിങ്ങളെ അത് നശിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയുക. Before it destroys you, come back to God. സ്തോത്രം. Amen. ഈ മടങ്ങിവരവിന്റെ ആലോചന കേട്ട ചിലർക്ക് ബോറടിക്കും, ചിലർക്ക് ദേഷ്യം വരും, ചിലർക്ക് പ്രസംഗിക്കുന്ന ഉദ്ദേശിയെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യവും ഉണ്ടാവും. Some people, when they hear messages about repentance or returning, they get really bored or they get really angry. ചിലർ മാനസാന്തരത്തിലേക്ക്. But some people will repent. പക്ഷേ യോവാശ് മാനസാന്തരപ്പെട്ടില്ല. But Joash did not repent. ഈ നമ്മൾ ഉഴപ്പിയ, If we slack off, നമ്മൾ വചനത്തെ റിജക്റ്റ് ചെയ്താൽ, നമ്മൾ കൂട്ടായ്മയിൽ യഥാർത്ഥ മനോഭാവം കാണിച്ചില്ലെങ്കിൽ, if we do not give the right mindset to worship, അത് തലമുറയെ ബാധിക്കും. it will affect our generations. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 2 ദിനവൃത്താന്തം 25 മുതൽ 28 വരെയുള്ള അധ്യായം. And that the greatest proof of that is 2 Chronicles 24 through 28. 25ന്റെ 2. In chapter 25 verse 2. അമസ്യാവിനെ കുറിച്ചാണ് പറയുന്നത്. And there's a king named Amaziah. യോവാശിന്റെ മോനാണ്. He's the son of Joash. അവൻ നല്ലവനാണ്. And he's a good. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്ന ഒന്നുണ്ട്, But one thing is written of him. but not with a perfect heart. ഏകാഗ്ര ഹൃദയത്തോടെ അല്ല താനും. But he did not serve the Lord with a perfect heart. എല്ലാം ചെയ്യായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. He did everything, it was not a problem. നല്ല പയ്യനാ. He's a good kid. പക്ഷെ ഒരു ചെറിയ കുഴപ്പം. But one problem. എന്തോ ഇല്ല, പറ, ഏകാഗ്രത ഇല്ല. He did not have a perfection in his heart. നമ്മളാണ് എന്നെ പറയും. What would we say? ഈയിടെയായിട്ട് പിശാച് പോരാടുന്നോണ്ട് എന്റെ കൊച്ചിനും എന്തോ ഇല്ല. ഹലോ, പിശാചിന്റെ പോരാട്ടാണ് ഇൻസ്റ്റഗ്രാമിനോട് ഏകാഗ്രത കുറയേണ്ടതാ, റീൽസിനോട്, അവിടെ എല്ലാം നല്ല ഏകാഗ്രതയാ, ഇവിടെ മാത്രമേ ഉള്ളൂ കുഴപ്പം. We would blame the devil about our children's situation. സ്വത്രം പറയാൻ പറ്റിയൊരു വകുപ്പല്ല ഞാൻ പറയുന്നതെന്ന് എനിക്കറിയാം. I know I just said something that you cannot say amen to. അപ്പനും അമ്മയും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചാൽ തലമുറയുടെ ആരാധന ഏകാഗ്രത ഇല്ലാത്ത ആരാധനയാകും. If the father and mother wear stained clothing, it will affect the generation. ഇനി 26:16 രണ്ടാം തലമുറ. Chapter 26 verse 16. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അമസ്യാവിന്റെ മകൻ ഉസ്സിയാവിനെ And കുറിച്ച് we see the പറയുന്നത്. next generation, Uzziah, the son of അവന്റെ Amaziah. ഹൃദയം നിഗളിച്ചു. And he said his heart was proud. അപ്പൊ രണ്ടാം തലമുറ നിഗളിയായി By മാറി. the second generation, they were proud. ഇനി 27ന്റെ 2 മൂന്നാം തലമുറ. We see chapter 27, the third generation. എന്താ പ്രത്യേകത? What is unique? യോദാമിനെ കുറിച്ചാ പറയുന്നത്. And talking about a king named Jotham. എന്താ? നല്ല പയ്യനാ. He's a good guy. 27ന്റെ 2 വായിച്ചു നോക്കിക്കേ. Chapter 28 verse 2. 27:2. 27ന്റെ 2 ഒന്ന് വായിച്ചു നോക്കിക്കേ. അവൻ യഹോവയ്ക്ക് പ്രസാദമൊക്കെ ചെയ്തു, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ആലയത്തിൽ കടന്നില്ല. And so he did what was pleasing to God, but he did not come into God's temple. അത് തന്നെ നോക്കിക്കേ, ചർച്ചിന്റെ പിക്നിക്ക് ഡാളസിലോട്ട് വെച്ച കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും. He will set up everything for the church. പിക്നിക്ക് വെച്ചാൽ അത് ഫുള്ള് ഓർഗനൈസ് ചെയ്യുന്നവനാ. He is the one that sets up the church picnic. ഞായറാഴ്ചത്തെ യോഗത്തിന്. But for the Sunday worship, പിന്നെ വരത്തില്ല, ആലയത്തിൽ പോന്ന പോക്ക് കണ്ടോ? he won't come into the temple. അപ്പൻ അകന്നു. The father was far away. മോൻ ഏകാഗ്രതയില്ലാതെ ആരാധിച്ചു. And the son went further. കൊച്ചുമോൻ നിഗളിയായി. And then the grandson became proud. അടുത്തോൻ വന്നപ്പോ യോത്തിന് വരാതായി. And by the end of it, they don't even come to the temple. ഇനി 28ന്റെ 24. And chapter 28 verse 24. 28-24 ആകാശ ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. And we see that Ahaz took things from the temple. എല്ലാ മൂലയിലും എന്ന് പറഞ്ഞാൽ കുമ്പനാടൊന്നും മേടിച്ച തമ്പാറും തല്ലി പൊട്ടിച്ച്
പുനലൂരൊന്നും എഴുതിയ ചിഞ്ചിൽ പഠിച്ചു വിട്ട് ഉപ്പേരിയുടെ പരിവാക്കിയിട്ട് കോളും പൂട്ടി കോടതി കേസും കൊടുത്ത കാര്യം അവിടെ വായിക്കുന്നത്. And we read that the king Ahaz shut all the places of worship and closed it down for idols. അപ്പോൾ തലമുറയെ ബാധിക്കുമോ? So does it affect our generations? തലമുറയെ ബാധിക്കുമോ? Does it affect our generations? മുഷിഞ്ഞ വസ്ത്രം ധരിച്ചാൽ തലമുറയെ ബാധിക്കുമോ? If you wear dirty clothing, will it affect your generation? എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധി മാത്രം പരീക്ഷണത്തിന് വരരുത്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവർ ആരാധന ദൈവം പ്രസാദിക്കുന്നില്ല. Don't come to God's presence with an experiment. He is not pleased in your dirty clothing. ഞാൻ അടുത്തൊരു 10 മിനിറ്റിനകത്ത് എന്റെ വാക്കുകളെ പരിമിതപ്പെടും. Let me shorten my words. യെസ്, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, Listen carefully. ഇങ്ങനെ തകർന്ന ഒരു തലമുറയിൽ This type of broken generation, ഈ മുഷിഞ്ഞ വസ്ത്രം ഊരിയേച്ച് taking off this dirty clothing, ദൈവഹിത പ്രകാരമുള്ള വസ്ത്രം ധരിച്ച ഒരുത്തരെ ഞാൻ പരിചയപ്പെടും. let me introduce you who took off that dirty clothing and who put നിങ്ങൾ on the ഇന്ന് clothing of വൈകിട്ട് God. ചെന്നേച്ച് ഒരു ഹോംവർക്ക് ചെയ്തു. 2 ദിനവൃത്താന്തം 29 ഒന്ന് വായിക്കണം. Read, I'm going to give you a homework. Read 2 Chronicles chapter 29. എന്താ 29 കാണുന്നത്? What do we see in that chapter? ഒരു മനുഷ്യനെ കാണാൻ പറ്റും. We see a man. അവന്റെ പേരെന്താ? What's his name? ഹിസ്കിയാവ്. Hezekiah. ഈ ഹിസ്കിയാവിന്റെ പ്രത്യേകത എന്താ? What's unique about Hezekiah? 25-ാമത്തെ വയസ്സിൽ രാജാവായി. He became king at a young age. അവിടെ എഴുതി 25-ന്റെ 1-2 വായിച്ചു, 29-ന്റെ 1-2 വായിച്ചു നോക്കിക്കേ. If you read 29:1 and 2, അവൻ തന്റെ അപ്പനായ, അത് തന്നെ പാസ്റ്റർ പറഞ്ഞത്, ദാവീദ് ചെയ്തതുപോലെ. ഹിസ്കിയാവിന്റെ നേരെ അപ്പനാര? who is the direct father of Hezekiah? ആഹാസ. It's Ahaz. ആകാശ ചെയ്ത് അനുസരിച്ചാണ് എവിടുന്നേലും ബുൾഡോസർ കൊണ്ടുവന്ന് അവൻ ഹോളിന്റെ അടിത്തറ മാന്തേണ്ടതാ. And if he followed the pattern of his father, he should have taken a bulldozer to the temple. പക്ഷേ അവൻ ആകാശ ആരാധിച്ചതുപോലല്ല But he ആരാധിച്ചത്. did not worship like his father. അവന്റെ അപ്പനായി യോദാം ആരാധിച്ചതുപോലല്ല He did not ആരാധിച്ചത്. worship like his grandfather Jotham. അവന്റെ അപ്പനായി ഉസ്സിയാവ് He did ആരാധിച്ചതുപോലല്ല not worship ആരാധിച്ചത്. like his grandfather അവന്റെ Uzziah. അപ്പനായി അമസിയാവ് He did ആരാധിച്ചതുപോലല്ല not ആരാധിച്ചത്. worship like his grandfather അവന്റെ Messiah. അപ്പനായി യോവാശ് He ആരാധിച്ചതുപോലല്ല did not ആരാധിച്ചത്. worship like Josiah. മറിച്ച് ഇന്നേക്ക് 10 തലമുറയ്ക്കപ്പുറത്ത് ആ കുടുംബത്തിൽ നിന്നും പെട്ടകമെടുത്ത് തോളെ വെച്ച് തന്നെ തന്നെ മറന്ന് ദൈവം ഭാഗം നൃത്തം ചെയ്ത ഒരു വല്യപ്പന്റെ കാര്യം അവന് പറയാനുണ്ട്. But he worshipped like 10 generations before his great-great-grandfather David, who took the ark on his shoulders. എന്തുകൊണ്ടാ വചനം പറയുന്ന ആകാശിന്റെ കടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയ നിഴല് നിന്റെ കാലത്ത് 10 പടി പുറമോട്ട് വരുമെന്ന് പറയാൻ കാരണം എന്നാ? എടാ, വിശുദ്ധിയോട് ഒരുത്തൻ ദൈവത്തെ ആരാധിക്കാൻ തീരുമാനിച്ചാൽ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ നടന്ന ഉണർവിന്റെ അത്ഭുതം ദൈവം അവന്റെ തലമുറ ചെയ്യുമെന്നല്ലേ അർത്ഥം? Why do you think the sundial went backwards 10 notches? Because he decided to worship God like his forefather David. ഈ ചർച്ചിൽ ഒരു വലിയ ഉണർവ് നടക്കാൻ പോവാ. The great revival will happen in ഈ this church. ദേശത്ത് ഒരു വലിയ ഉണർവ് A നടക്കാൻ great പോവാ. revival in this land. ഒറ്റയാക്കി ഇന്ന് രാത്രി അത് തീരുമാനിക്കാൻ പറ്റും. One person can decide it. ചില വസ്ത്രങ്ങളെ നമുക്ക് ഊരിക്കളയാം. Take some clothing off. നമുക്ക് ഇന്ന് രാത്രി ചിലതിനെ ധരിക്കാം. Let us put on some clothing. സിയോനെ ഉണരുക, ഉണരുക. Wake up, O Zion. നിന്റെ ബലം ധരിക്കുക. Put on your strength. ഇന്ന് രാത്രി നീ ഒരു ഉത്സവവസ്ത്രം ധരിക്കുക. Tonight, put on your festival എത്ര പേര് clothing. രാത്രികാല ഉത്സവവസ്ത്രം ധരിക്കാൻ തയ്യാറാ? Who is ready to put on that festival clothing? Hallelujah. Hallelujah. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ 29 അധ്യായം മുഴുവൻ ചെന്ന് വായിക്കണം. You need to read chapter 29. 34 മുതലുള്ള വാക്യം വായിക്കണം. And if you read from those chapters അവിടെ on, എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു വിടാം. and I'm going to tell you briefly. പുരോഹിതന്മാർ ചുരുക്കമായിരുന്നതിനാൽ ഹോമയാഗങ്ങളെല്ലാം തോലുരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ സഹോദരന്മാരായ ലേവ്യർ വേല തീരുവോളും പുരോഹിതന്മാരൊക്കെയും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവോളും അവരെ സഹായിച്ചു. തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിൽ ലേവ്യർ പുരോഹിതന്മാരെക്കാൾ അധികം ഉത്സാഹമുള്ളവരായിരുന്നു. ഹോമയാഗങ്ങൾ സമാധാനയാഗങ്ങൾക്കുള്ള മേധസ്സിനോടും ഹോമയാഗങ്ങൾക്കുള്ള പാനീയയാഗങ്ങളോടും കൂടെ അനവധിയായിരുന്നു. ഇങ്ങനെ യഹോവയുടെ ആലയത്തിലെ ആരാധന യഥാസ്ഥാനത്തായി ദൈവജനത്തിന് ഒരുക്കി കൊടുത്തതിൽ യെഹിസ്കിയാവ് സകല ജനവും സന്തോഷിച്ചു. കാര്യം അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. And so we see in those following chapters that Hezekiah restored worship in the land through the people. കാര്യം Why? കാര്യം
ക്ഷണത്തിലല്ലോ നടന്നത്. Because it happened in the people. ചിലത് ദൈവപ്രവൃത്തി വേഗം നടക്കും. And so some works of God will happen. ദൈവത്തിന് ഒരു ഉണർവ് വരുത്താൻ ഒത്തിരി നേരമൊന്നും വേണ്ട. He doesn't need much time for a revival. ദൈവത്തിന് ഒരു പ്രവൃത്തി ചെയ്യാൻ ഒത്തിരി God നേരമൊന്നും doesn't വേണ്ട. need much time to work. Hallelujah. ഈ രാത്രി എത്ര പേര് കൊതിക്കുന്നുണ്ട് How many of you are eager for that? എന്റെ വീടിനകത്ത് ഒരു അത്ഭുതം I നടക്കണമെന്ന്, need a എന്റെ miracle in my തലമുറയിൽ ഒരു house. അത്ഭുതം നടക്കണമെന്ന് I need a ആഗ്രഹിക്കുന്നു. miracle in my church. എനിക്കിന്ന് രാത്രികാലം ചിലത് I പിടിച്ചെടുക്കണം. need to grab things by force. എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ തലമുറയും ശത്രു കൊണ്ടുപോകാൻ I don't want the devil to take me or my generation. ശാന്തനാദര. Hallelujah. ഞാൻ ഈ ഹിസ്കിയാവിന്റെ 4ാം തലമുറക്കാരെ നിങ്ങളെ പരിചയപ്പെടുത്താം. And let me introduce you to the 4th generation of Hezekiah. അതും ഒരു ഹോംവർക്കാ. And that's also a homework. 2 ദിനവൃത്താന്തം 34 വായിച്ചാൽ മതി. 2 ദിനവൃത്താന്തം 34. Second Chronicles 34. 29-34 വായിച്ചേ നാളെ ഇങ്ങോട്ട് വരാവൂ. And only come after we read chapter 29 and 34. അവിടെ 5 കാര്യം അയാൾ ചെയ്യുന്നത്. There are 5 things that are done there. യോശിയാവ് എന്ന പേര്. And his name is Josiah. ഹിസ്കിയാവിന്റെ 4ാം തലമുറക്കാരൻ. And he is the 4th generation of Hezekiah. കുറച്ച് മുന്നിലോട്ട് വന്നോട്ടെ, കുറച്ച് മുന്നിലോട്ട് പോര്. സ്തോത്രം. ഹിസ്കിയാവിന്റെ 4ാം തലമുറക്കാരൻ. And the 4th generation. 5 കാര്യം ചെയ്തു. And 5 things that were done. ഒന്ന് വചനത്തിന്റെ മുമ്പിൽ താണു. And he became humbled in the midst of the word of 2 God. ദേശത്തെ ശുദ്ധീകരിച്ചു. He purified the land. 3 ആലയത്തെ വിശുദ്ധീകരിച്ചു. He purified the temple. 3 ആരാധന യഥാസ്ഥാനത്താ. 4 ആരാധന And യഥാസ്ഥാനം. fourthly, he restored worship. ഇനി 34ന്റെ 14-15 വാക്യം ഒന്ന് നോക്കിക്കേ. And look at 34 verse 14 and 15. ആ വാക്യം ആരെങ്കിലും ഒന്ന് മലയാളത്തിൽ വായിച്ചേ. Can someone read that? 34ന്റെ 14-15 വാക്യം. 34 verse 14 and 15. യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം പുറത്തെടുത്തപ്പോൾ, യഹോവ ഇൽക്യ പ്രവാചകൻ മുഖാന്തരം പുറത്തെടുത്തപ്പോൾ മോശയുടെ ന്യായപ്രമാണ പുസ്തകം എന്ത് ചെയ്തു? കണ്ടെത്തി. They found the hidden scroll of Moses. എന്ന് പറഞ്ഞാൽ പൈസയുടെ അകത്ത് അവർ ന്യായപ്രമാണം പൂട്ടി വെച്ച. And that means that little scroll was stored away. പക്ഷെ ഒരുത്തൻ തിരിച്ചെടുക്കുക. But he restored it. ഇന്ന് രാത്രി ചിലതിനെ നമുക്ക് തിരിച്ചു പിടിക്കാം. Tonight we need to restore some things. ഞാൻ യഥാർത്ഥത്തിൽ തുടങ്ങിയതേ ഉള്ളൂ മെസ്സേജ്. And truly I've only started my message. ഞാൻ ആഗ്രഹിച്ചത് 5 മെഷർമെന്റ് പറഞ്ഞ് നിർത്തണം. My desire was to tell you 5 measurements. പക്ഷേ ഒന്നേ ഞാൻ ഇന്ന് രാത്രി But I'm പറഞ്ഞു. going to end on one. ബാക്കി നമുക്ക് ദൈവം അനുവദിച്ചാൽ നാളെ And we ചിന്തിക്കാം. will think more about it നിങ്ങൾ tomorrow. വളരെ പ്രതീക്ഷയോടെ വരണം. Come with eagerness. നമുക്ക് ഇന്ന് ഈ ദിവസങ്ങളിൽ ചിലത് പിടിച്ചു മേടിക്കണം. And these days let's take things by ദൈവരാജ്യത്തിൽ force. ചിലത് Let പിടിച്ചെടുക്കണം. us take things by force for his തലമുറയെ kingdom. കൊണ്ടുപോകാൻ അനുവദിക്കരുത്. Don't let him take the generation. ആരോ പിടിച്ചോണ്ട് പോയത്, ആരോ പൂട്ടി വെച്ച ചിലത് നമ്മുടെ തലമുറ പിടിച്ചെടുക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. Whatever is stolen and taken away, let our generation take back. 34-ന്റെ 15, 14, 15 അവൻ പുസ്തകം പിടിച്ചെടുത്തു. They took back the book. ഇന്ന് രാത്രി അത്ഭുതങ്ങൾ നമുക്ക് പിടിച്ചെടുക്കാം. Let us take those wonders back. അടയാളങ്ങൾ നമുക്ക് Let us പിടിച്ചെടുക്കാം. take those miracles back. ദൈവപ്രവൃത്തികൾ നമ്മുടെ തലമുറ പിടിച്ചെടുക്കട്ടെ. Let us, our generations, take the work of എത്ര God. പേര് കൊതിക്കുന്നുണ്ട്? How many of you are eager? എനിക്കൊത്തിരി സന്തോഷമുണ്ട്. Praise God. ഞാൻ ഇന്ന് രാത്രി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു അനുഗ്രഹീതനായ കർത്തൃദാസന്റെ കൊച്ചുമകന്റെ കൂടെ നിന്നുകൊണ്ട്. And I'm very happy that I'm standing with the grandson of a very blessed man of God. മരിപ്രയാണ കൂട്ടമെന്നൊക്കെ പറയുന്നത് ഒരു തലമുറയുടെ പെന്തിക്കോസിനെ ത്രസിപ്പിച്ചതാണ്. And that group back then was one that touched a generation. അതൊക്കെ ഞങ്ങളുടെ പിതാക്കന്മാരെയൊക്കെ സ്വാധീനിച്ച And കൂട്ടങ്ങളായിരുന്നു. those were groups that influenced our fathers. ആ തലമുറകളുടെ കൂടെ ഒക്കെ നിൽക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാൻ പറ്റും. And let me tell you as I stand നാം together, ചിലതിനെ തിരിച്ചു പിടിക്കാൻ പോവാ. things we need to grab back. അതിനല്ലേ നമ്മ ഇവിടെ ദൈവം That is കൊണ്ടുവന്നിരിക്കുന്നത്. why God brought us here. ഒറ്റ കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. I told you one thing. ഒരധികാരത്തോടെ ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. God wants to use you with authority. മോശയേക്കാൾ വലിയൊരു അധികാരത്തോടെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ചില യോശുവ. There are some Joshuas here to use more than Moses. പക്ഷേ ഇന്ന് രാത്രി നമുക്ക് ചില കോട്ടുകളെ But ഊരിക്കളയാം. certain coats have to be taken off. സാത്താന് ആക്ഷേപം വരുത്തുന്ന ചില കോട്ടുകളെ നമുക്ക് ഊരിക്കളയാം. We need to take things that glorify Satan. കണ്ണുകളടച്ചാട്ട് Let us close our eyes. തലകളെ വണക്കിക്കാട്ട് Let's bow our heads. ഒരു രാജവസ്ത്രം ധരിക്കാനൊന്ന് തയ്യാറായി. Are you ready to wear the kingly എല്ലാ robe? കണ്ണുകളും ദൈവസ്ഥലം Let every eye be closed. ഒരല്പസമയം ദൈവത്തോട് സംസാരിച്ച് Let us talk to God. ഈ മെസ്സേജ് നിങ്ങളെ ചലഞ്ച് ചെയ്തോ? Did this message ഈ challenge you? മെസ്സേജ് നിങ്ങളെ തൊട്ടോ? Did this message touch you? ഇന്ന് രാത്രി എന്നോട് ദൈവം ഇടപെട്ടെന്ന് ഉറപ്പുള്ള എത്ര പേര് ഇതിനകത്ത് How ഇരിപ്പുണ്ട്? many of you know that God touched you? ശബാരബരബരബ. ഒരു ദിവസം Hallelujah. ഒരു നിമിഷം ദൈവസ്ഥലം ഒന്ന് എഴുന്നേറ്റ് നിന്ന് Let us stand up this evening. എല്ലാ കണ്ണുകളും ദൈവസ്ഥലം അടച്ച് Let every eye be closed. എല്ലാ നാവും ദൈവത്തോട് അല്പസമയം ഒന്ന് Let every സംസാരിച്ച് mouth be open. എല്ലാവരും അല്പസമയം ദൈവത്തോട് ഒന്ന് Let
സംസാരിച്ചേ. Let us all talk to God. Hallelujah. എനിക്കിന്ന് രാത്രി ചിലതിനെ പിടിച്ചെടുക്കണം. I want to take things by എനിക്ക് force. ചിലതിനെ തിരിച്ചു പിടിക്കണം. I need to take it back. എനിക്ക് ചിലതിനെ പ്രാപിക്കണം. I need to receive എത്ര പേര് things. രാത്രി കൊതിക്കുന്നുണ്ട്? How many of you are eager? ശബാരാര എല്ലാ കണ്ണുകളും അടച്ചാട്ട്. Hallelujah. ഉഡാരാബാര രബരബരബരബരബ ശൈഡര എല്ലാവരും ദൈവത്തോട് സംസാരിച്ചാട്ട്. Hallelujah. തുരാബാര ഹാതനാരബരബരബരബ ശൈഡരബരബരബരബരബ. കർത്താവ് രാത്രി വലിയ കാര്യം ചെയ്യാൻ പോവാ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ദൈവം ചെയ്യാൻ പോവാ. രോഗശാന്തിയുടെ വലിയ വിടുതലുകൾ ദൈവം ചെയ്യാൻ പോവാ. നിങ്ങളുടെ എല്ലാ കരം ദൈവത്തിൽ ഉയർത്തിപ്പിടിച്ചു. Raise your hands up this evening. ഇന്ന് രാത്രി കാലം ഒരു വലിയ അത്ഭുതം ദൈവം നിങ്ങൾക്ക് വേണ്ടി He's ചെയ്യാൻ going to do പോവാ. a great wonder tonight. എല്ലാവരും യേശു എന്ന് ഉറക്കെ വിളിച്ചു തുടങ്ങി. Cry out to Jesus. യേശു എന്ന് ഉറക്കെ വിളിച്ചു തുടങ്ങി. Cry out to Jesus. കർത്താവിന്റെ കരം ഇന്ന് രാത്രി നിങ്ങളെ തൊടുന്ന The hand of God is going to touch you. Hallelujah. ഞാൻ നഷ്ടപ്പെടല്ലേ. I shouldn't be lost. ഞാൻ നഷ്ടപ്പെടരുത്. I shouldn't be lost. എന്റെ കുടുംബം My നഷ്ടപ്പെടരുത്. family shouldn't be എന്റെ lost. തലമുറ My നഷ്ടപ്പെടരുത്. generation shouldn't be lost. അതിനുവേണ്ടി ഇന്ന് രാത്രി കാലം Hallelujah. എന്റെ ദൈവമേ ഞാൻ ചില വസ്ത്രങ്ങളെ ഊരിക്കളയാൻ തയ്യാറാണെന്ന് പറയുന്ന എത്ര How many of you പ്രിയപ്പെട്ടവർ. are ready for your generation to take off കർത്താവേ your ഇന്ന് stained രാത്രി clothing? എന്നെ അതിനായി ഒരുക്കണം എത്ര പേര് Prepare me, O God. Hallelujah. ദൈവത്തോട് മാത്രം സംസാരിച്ചുകൊണ്ട് നിന്നാണ്. Please talk to God this evening. ദൈവത്തോട് മാത്രം സംസാരിച്ചുകൊണ്ട് Talk നിന്നാണ്. only to God. Hallelujah. വലിയ ദൈവസാന്നിധ്യം ഇവിടെ I ചലിച്ചുകൊണ്ടിരിക്കുക. feel the presence of God. വലിയ ദൈവസാന്നിധ്യം ഇവിടെ I feel ചലിച്ചുകൊണ്ടിരിക്കുക. the presence of God. കാര്യം ക്ഷണത്തിൽ നടക്കുന്ന രാത്രിയായത്. Hallelujah. കർത്താവേ ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. Let us pray for this people. ദൈവിക അധികാരം ഇവർ ചലിക്കട്ടെ. May the power of God work in them. ഇവർ ചിലതിനെ പിടിച്ചെടുക്കട്ടെ. Let them take things by force. ഇവരുടെ സിറ്റുവേഷൻസ് മാറട്ടെ. Let their situation be changed. ഇന്ന് രാത്രി ചില കല്ലറകളുടെ അകത്തേക്ക് ദൈവശക്തി ചലിക്കട്ടെ. Tonight, let the Holy Spirit come into the place. പരിശുദ്ധാത്മാവിന്റെ വലിയ റിവൈവൽ Let സംഭവിക്കട്ടെ. the revival of the Holy Spirit happen. കർത്താവിന്റെ വലിയ മഹത്വം വെളിപ്പെടട്ടെ. Let the glory of God be revealed. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. Bless this people. യേശുവിൻ നാമത്തിൽ തന്നെ. Amen.